അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു രണ്ടുപേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. സ്നേഹസ്വരൂപരായ എല്ലാ സാധകർക്കും ദേവി ഭക്തർക്കും എല്ലാ സഹസ്രനാമ ജപയജ്ഞത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവുമായി സ്വാഗതം. അപ്പോൾ ദേവിയുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ എല്ലാ ശനിയാഴ്ചയും തടസ്സങ്ങളില്ലാതെ ഇതുവരെ ഒത്തുകൂടാൻ സാധിച്ചത്. ഒരു ആഴ്ച പോലും നമുക്ക് തടസ്സമില്ലാതെ നമുക്ക് ഒത്തുകൂടാൻ സാധിച്ചിട്ടുണ്ട് ഇതുവരെ. തുടർന്നും അങ്ങനെ മുന്നോട്ട് പോകണം. അതിന് ദേവി നമ്മളെ സഹായിക്കും. ഇന്ന് എല്ലാവരിലേക്കും ഈ ആശയങ്ങൾ എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് തിരിച്ച് നമ്മൾ ദേവിക്ക് കൊടുക്കേണ്ട ഒരു സംഗതി. ഇതിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് ഒരു വിദ്യയും വെറുതെ വാങ്ങിക്കാൻ പാടില്ല എന്ന് പറയും, വെറുതെ കൊടുക്കാനും പാടില്ല. ഞാനിത് ദേവി പറയുന്നു, ദേവി അതുകൊണ്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പൊ ഇതിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതിഫലമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? കാശല്ല, ഇത് 10 പേർക്കൂടെ കൊടുക്കുക, അല്ലെ? വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറയും. ഒരു ചൊല്ലുണ്ട്, മീൻ പിടിച്ച് എന്നും 1000 രൂപ ഒരാൾക്ക് കൊടുക്കുന്നതിലും അത്രയോ നല്ല മീൻ പിടിക്കാൻ പഠിപ്പിക്കുന്നെന്ന്, അല്ലെ? അത് ജീവിച്ചു. അപ്പൊ ജീവിതത്തിൽ രക്ഷപ്പെടാതെ കഠിനമായ പ്രതിസന്ധികളെ ആത്മഹത്യയുടെ വക്കീനൊക്കെ എത്രയോ ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ രക്ഷപ്പെട്ട് വന്ന എത്രയോ ആളുകളുണ്ട് ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ. അവർക്ക് ദേവിയെ കിട്ടിയോണ്ടല്ലേ. അപ്പൊ നമ്മളിത് ഇങ്ങനെയൊക്കെ കൊടുത്താൽ മതിയോ? മാക്സിമം ആളുകളിലേക്ക് പരിചയപ്പെട്ട ആളുകളിലേക്ക് ഇത് എത്തിക്കണം. ഇത് നമ്മുടെ കടമയാണ്. ദേവിയോട് ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ്. ഞാനും അങ്ങനെയാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. എല്ലാവരിലേക്കും ഈ ആശയങ്ങൾ എത്തട്ടെ. അതിനുവേണ്ടി നാണക്കേട് വിചാരിക്കാതെ എല്ലാവർക്കും എല്ലാവരോടും പറയാൻ സാധിക്കട്ടെ, അല്ലേ? പ്രൈസ് ദ ലോർഡ്. റോഡിലൊക്കെ നിന്ന് നാണക്കേടില്ലാതെ ക്രിസ്ത്യൻസ്, ചില പാസ്റ്റർമാരൊക്കെ മൈക്കൊക്കെ വെച്ച് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന കണ്ടുകൊണ്ടു. യേശു നിങ്ങളെ അനുഗ്രഹിക്കും, യേശു വിളിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നാണക്കേടൊന്നും അവർക്കൊരു വിഷയമല്ല. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവർ എക്സ്പ്രസ് ചെയ്യുന്ന. ഇപ്പൊ എന്ന് പറഞ്ഞ കൂട്ട് നമ്മൾ ആൾക്കാരെ മതം മാറ്റണമെന്നല്ല പറയുന്നത്, അല്ലെ? ഇവിടുത്തെ ഈ ഗ്രൂപ്പിൽ തന്നെ ക്രിസ്ത്യൻസ് ഉണ്ട് പലരും. അവരെ നമ്മൾ മതം മാറ്റിയിട്ടൊന്നുമില്ല. അവർ ജീസസിനെ വിളിച്ചു, ദൈവം വിളിക്കുന്നു. മനസ്സിലാവുന്നുണ്ട്? അപ്പം നമ്മളിത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള, ദേവി എല്ലാവരിലും എത്തട്ടെ. എല്ലാ ജാതി മതക്കാരിലും ദേവി എല്ലാവരുടെയും കൂടെ സ്വത്തല്ലേ. എല്ലാവരിലും എത്തട്ടെ, എല്ലാവരോടും പറയാം, നാണക്കേട് വിചാരിക്കാതെ. അപ്പം നല്ലൊരു ഐശ്വര്യം ഉണ്ടാവട്ടെ. ഈ ഗ്രൂപ്പിൽ നിന്ന് ഇട്ടിരിക്കുന്ന പേരും നാളവും ഒക്കെ ഇട്ടിരിക്കുന്ന എല്ലാവരുടെയും ദുരിതങ്ങളും വിഷമങ്ങളും മാറി അവർക്ക് വേണ്ട അനുഗ്രഹം എല്ലാം ദേവി നൽകട്ടെ. ശ്രീമാത്രേനും. അപ്പൊ ഇന്നത്തെ നാമം കാമേശബദ്ധമാംഗല്യ സൂത്ര ശോഭിത കന്ധര എന്നുള്ളത്. എന്താണ് ഈ നാമത്തിന്റെ അർത്ഥം? കാമേശ്വരൻ എന്ന് പറഞ്ഞ ആരാണ്? ശിവൻ. കാമേശ്വരന്റെ. അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും ഇതിന്റെ അർത്ഥം? അന്നമയത്തിൽ എന്തായിരിക്കും, മനോമയത്തിൽ എന്തായിരിക്കും, പ്രാണമയത്തിൽ എന്തായിരിക്കും? പഞ്ചകോശ വ്യാഖ്യാനമാണ്, കുണ്ടലിനി വ്യാഖ്യാനമാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് നമുക്കിത് കേൾക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ ആഴത്തിൽ ആസ്വദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ? ശിവന്റെ കാമേശ്വര ശിവനാൽ ബന്ധമാക്കപ്പെട്ട മംഗലസൂത്രം അണിഞ്ഞ ദേവി എന്നുള്ള അർത്ഥത്തില്, കഴുത്തിൽ കണ്ടത്തിൽ അണിഞ്ഞ ദേവി എന്നുള്ള അർത്ഥത്തിൽ. അതേപോലെ ഇങ്ങനെ നമ്മളും കൂടെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ നല്ല രസം. പിന്നെ അതിന്റെ വേറെന്തെങ്കിലും അർത്ഥം പറയാനുണ്ടോ? കൺഗ്രാറ്റ്സ് കൊടുക്കണം അദ്ദേഹത്തിന്, നല്ലൊരു നന്ദി. ഓക്കെ, ഇനി വേറെന്തെങ്കിലും അർത്ഥം?
ഗുരുനാഥ, ഈ കന്ധര എന്ന് പറഞ്ഞാല് മൂലം കഴുത്ത് 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 കഴുത്ത്. കഴുത്ത് ആ. ആ. അല്ല, വേറെ അർത്ഥം ഉണ്ട് അതിന്? ഇല്ല, കഴുത്ത്. കഴുത്തന്നെ. അത് ഒരു സ്ത്രീയെ ഗുരുനാഥ ഒന്നും കൂടി പറഞ്ഞോട്ടെ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാംഗല്യ സൂത്രമാണ് ഏറ്റവും ശോഭിക്കപ്പെടുന്ന അർത്ഥത്തിൽ പറയാമോ? തീർച്ചയായിട്ടും പറയാം. അതൊരു കെട്ടുപാടായിട്ടും പറയുന്നവരുണ്ട്. എന്നിത് കഴുത്തിൽ കയറിയോ അന്ന് മുതല് എന്റെ ജീവിതം മണ്ടാരമടങ്ങി എന്ന് പറയുന്ന സ്ത്രീകളും ഉണ്ട്. നല്ലതായിട്ട് ചിന്തിക്കുന്നവരും ഉണ്ട് കേട്ടാ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. രണ്ട് ടൈപ്പ് ഉണ്ട്. എന്നാലും ശരിയാണ് സാറ് പറഞ്ഞത്, അതിനകത്തൊരു സാങ്കത്യമുണ്ട്. വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ രസമാണ്. അങ്ങനെ അല്ലേ, ഞാൻ മാത്രം ഇങ്ങനെ സാറും കുട്ടിയും കളിച്ചിട്ട് കാര്യമില്ല അല്ലേ. എല്ലാവരും പേടിച്ച് പറിച്ചിരിക്കുന്നു, ഞാൻ മാത്രം നിൽക്കുന്നു. അത് തെറ്റിയ വെഞ്ച കയറ്റി നിർത്തി അടിയൊന്നും വിടില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാം. നമുക്ക് ഒരുപാട് സമയമില്ല. അപ്പൊ ശരിക്കും ഇത് അന്നമയത്തിൽ ഈ പറഞ്ഞ സാറ് പറഞ്ഞ വളരെ ശരിയാണ്. കാമേശ്വരന്റെ ശിവൻ കെട്ടിയ ബന്ധിച്ചിട്ടുള്ള അല്ലേ, ബന്ധിച്ചിട്ടുള്ള എന്താണ് മംഗല്യസൂത്രം, താലിച്ചരട്, താലി, എൻ്റെ താലിമാല അല്ലെങ്കിൽ താലിച്ചരട്, ചരട് എന്നാണ് സൂത്രം. പണ്ട് ചരടിലാണ് താലിയൊക്കെ കെട്ടുന്നത് അല്ലേ, ഇപ്പോഴും അങ്ങനെ. അപ്പം മംഗല്യസൂത്രം കഴുത്തിൽ ശോഭിക്കുന്നു അല്ലേ, സൂത്ര ശോഭിത കന്ധര, അങ്ങനെ ശോഭിക്കുന്ന കഴുത്താണ് ദേവിയുടെ. അപ്പൊ അത് പറഞ്ഞാൽ മതി. അത് ആ കഴുത്തിന് ഭംഗി ആയിക്കഴിഞ്ഞു. കഴുത്തിന് ഏറ്റവും നല്ല ഭംഗി കൂട്ടുന്നത്, ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും ഭംഗി കൂട്ടുന്ന ഒരു സംഗതിയാണ് ഈ മംഗല്യസൂത്രം അല്ലെങ്കിൽ താലി എന്ന് പറയുന്നത് അല്ലേ. താലി കെട്ടിയ സ്ത്രീക്ക് കുറച്ച് റെസ്പെക്ട് കൂടുതൽ കിട്ടും പലപ്പോഴും അല്ലേ. അതല്ലാത്തൊരു മോശക്കാരാണെന്ന് അഭിപ്രായം പറഞ്ഞിട്ടില്ല കേട്ടോ, എന്നെ ഇടിക്കാൻ വരണ്ട. അപ്പം താലി കെട്ടിയ ആൾക്കാർ കുറച്ചുകൂടെ നമ്മളൊരു റെസ്പെക്റ്റ് ആയിട്ട് കാണും. ഞാൻ ചോദിച്ചു, ഈ ഫേസ്ബുക്കിൽ വാട്സപ്പിലൊക്കെ എൻ്റെ ഒരു കൂട്ടുകാരി ഡൈവോഴ്സ് ആയിട്ട് ഭർത്താവിൻ്റെ ഫോട്ടോ ഇട്ടേക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്താടി നീ ഡൈവോഴ്സ് ആയിട്ട് ഭർത്താവിൻ്റെ? അതെനിക്ക് റെസ്പെക്ട് കിട്ടും, മറ്റുള്ള പൂവാലന്മാരുടെ ഉപദ്രവം ഉണ്ടാവത്തില്ല. മറ്റേ വിളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് രാത്രി 1 മണിക്കൊക്കെ ഓരോരുത്തർ മെസ്സേജ് അയക്കും, കാണാൻ വരാന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു ശല്യമാണെന്നറിയാം. അതുകൊണ്ട് ഞാൻ ഭർത്താവിൻ്റെ ഫോട്ടോയും കൂടി ഇപ്പൊ ഇട്ടേക്കുക. ഓ അത് ശരി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ മാംഗല്യസൂത്രത്തിന്റെ ഭംഗി അത് അന്നമയത്തില് നമുക്ക് ഇങ്ങനെ എടുക്കാം. മനോമയത്തില് ഈ കല്യാണം കഴിഞ്ഞ സ്ത്രീക്ക് ഉണ്ടാവുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. പക്വത എപ്പോഴേ വരുത്തുള്ളൂ സ്ത്രീക്ക്. കല്യാണം കഴിയുമ്പോഴേ പക്വത വരുത്തുള്ളൂ സ്ത്രീകൾക്ക്. പുരുഷന്മാർക്കും അങ്ങനെ തന്നെയാണ്, എങ്കിലും സ്ത്രീകൾക്കൊരു പ്രത്യേക പക്വത കല്യാണം കഴിയുമ്പോൾ വരാറുണ്ട്. എങ്ങനെയാണെന്നറിയത്തില്ല. അപ്പൊ അവർക്കൊരു പ്രത്യേക ഒരു തിളക്കോ ഒരു പക്വതയൊക്കെ കല്യാണം കഴിഞ്ഞ ഉടനെ ഉള്ള ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ ബ്രൈറ്റ് ആയിട്ടിരിക്കും പുരുഷനേക്കാൾ അല്ലേ. പ്രത്യേക ഒരു തേജസ് ഒക്കെ ഉണ്ടാവും. ചപലത കുറയും. അതാണ്. അപ്പൊ ഭയങ്കര അറിവ്, വിജ്ഞാനമയ കോശം ഉണരാൻ ശിവബോധവുമായിട്ടുള്ള ബന്ധം കാരണമാകുന്നുണ്ട്. അപ്പം അറിവുള്ള ആളിന് തേജസ് ഉണ്ടാവും, പോസിറ്റീവായിരിക്കും. ഇതൊക്കെ അവിടെ ഉണ്ട്, ആ ഓറ പോസിറ്റീവായിരിക്കും. അപ്പൊ വിജ്ഞാനമയ കോശത്തില് ഈ ജ്ഞാനമുണ്ടായ ശിവന്റെ ജ്ഞാനത്താൽ നിറഞ്ഞിരിക്കുന്നു. 1. 2. കാമേശബദ്ധമാംഗല്യ സൂത്രശോഭിത കന്ധര. കാമേശൻ ശിവൻ ബദ്ധമാംഗല്യ ശിവബോധവുമായിട്ടുള്ള ബന്ധം അത് വിടാതെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ദേവി ഉപാസന സാർത്ഥകമാകുന്നത്. സതതം ശിവതാ സമാവേശ എന്ന് പരശുരാമ കൽപ്പസൂത്രം പറയുന്നു. ശിവബോധത്തിൽ ഇരുന്നു കൊണ്ട് ദേവിയെ ഉപാസിച്ചെങ്കിലേ പോസിറ്റീവ് ആവത്തു. ഈ ബോധമില്ലാതെ ദേവിയെ ഉപാസിച്ചിട്ടും കാര്യമില്ല. ഞാൻ 2 വർഷമായിട്ട് തിരുമേനി ദീക്ഷ എടുത്തിട്ട് ജപം തുടങ്ങും. ഞാൻ കൊണ്ടുവന്ന മറ്റേ തെണ്ടി വരെ അവന് പ്രകാശം വന്നു, അങ്ങനെ വന്നു, ഇങ്ങനെ വന്നു എന്നൊക്കെ പറയും. എനിക്ക് ചോദ്യം വന്നില്ല, ഒന്നും വന്നില്ല. ഇങ്ങനെ ജപിച്ചു കൂട്ടിയിട്ട് എന്താ കാര്യം അല്ലെ. ശിവബോധമില്ല,
മെഡിറ്റേഷൻ ഒന്നും ചെയ്യുന്നില്ല, പ്രത്യാഹാര ധ്യാനം ചെയ്യുന്നില്ല, ഇന്ന് ജപിച്ചു കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. ആ ബോധത്തിൽ നിന്ന്, ശിവബോധത്തിൽ നിന്ന് ശക്തിയെ ഉപാസിക്കണം. അല്ലെ ശ്രീവിദ്യ ചെയ്യണമെങ്കിൽ അക്ഷരലക്ഷം ശിവ നമശിവായ മന്ത്രപുരസ്സരം ചെയ്തിട്ടൊക്കെ വേണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മെഡിറ്റേഷൻ ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് വേണം. അല്ലെ 5 ലക്ഷം ഇൻറ്റു 5 25 ലക്ഷം മന്ത്രപുരസ്സരണം കഴിഞ്ഞിട്ട് ബാലെ തൊടാൻ പറ്റത്തും. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഈ ബാലെ തന്നു കഴിഞ്ഞാൽ ഈ മെഡിറ്റേഷനും കൂടെ തന്നിരിക്കുന്ന എന്തിനാ? അത് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാ. മെഡിറ്റേഷൻ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുഴപ്പമാവും, പണി വാങ്ങിക്കും. പറയുന്ന കാര്യങ്ങൾ അതുപോലെ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യം ഏതാ? അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം അതുപോലെ കേൾക്കണം. അപ്പോ ഈ ശിവബോധത്തിൽ നിന്നുകൊണ്ടുള്ള ശക്തി ഉപാസന ആയതുകൊണ്ടാണ് ശ്രീവിദ്യക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നത്. ശിവനും ദേവിയും ഒന്നിച്ചു നിൽക്കുന്നത് കൊണ്ടാണ്, ബോധവും ശക്തിയും. ഗീത പറയുന്നോട്ടെ അവസാനത്തെ ശ്ലോകം അതാ. എത്രയാ പാർത്ഥോ ധനുർധര എന്ന് പറയുന്ന ശ്ലോകത്തിൽ പറയുന്നത്, എവിടെയാണ് വില്ലാളി വീരനായ അർജുനനും ബോധത്തിന്റെ നിറകുടമായിട്ടുള്ള യോഗേശ്വരനായ ശ്രീകൃഷ്ണനും ചേർന്നിരിക്കുന്നത്, അവിടെ ഐശ്വര്യവും ക്ഷേമവും സമ്പൽ സമൃദ്ധിയും പവറും എല്ലാം ഉണ്ടാവും എന്ന് പറയും. ദേവി അങ്ങനെയാണ്, അതിന്റെ ഫീമെയിൽ വേർഷനാണ് ദേവി, അല്ലേ? അതായത് ബോധവും ശിവന്റെ മുകളിലിരിക്കുന്ന ദേവി ശക്തിയും ഒരേ കൂട്ട്. ആ ശിവശക്തി സാമരസ്യത്തിലാണ് ശ്രീവിദ്യ ഉപാസകൻ ലളിതാംബികയെ പ്രാപിക്കുന്നത്, അല്ലെങ്കിൽ ദേവ്യാംബികയെ സ്വീകരിക്കുന്നത്, ലളിതാംബികയുടെ അനുഗ്രഹം ലഭിക്കുന്നത്, ലളിതാംബിക പ്രാപ്തി ലഭിക്കുന്നത്, അങ്ങനെ പറയാം. കാരണം ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക എന്ന് പറഞ്ഞ ലളിതാം തീരുന്നു. ദേവിയുടെ രൂപവർണ്ണനെ തുടങ്ങിയിട്ട് ശ്രീമാതാ ശ്രീമതാരാജ്ഞി. അപ്പോ കാമേശബദ്ധമാംഗല്യ സൂത്ര ശോഭിത കന്ധര, കാമേശ്വരനായ ശിവന്റെ ആ ശിവബോധം, അത് മംഗല്യം എന്ന് പറഞ്ഞാണ്. ഇങ്ങനെ മംഗല്യം എന്ന് പറയാൻ ശിവൻ എന്ന് പറഞ്ഞ മാണ്ഡൂക്യോപനിഷത്തിലോ പറയുന്ന ഓംകാരത്തിന്റെ 4ാമത്തെ പാദം, ആ ഉ മാ ജാഗ്രത് സ്വപ്ന സുഷുപ്തി വൈശ്വാനരൻ തൈജസൻ പ്രാജ്ഞൻ തുരീയം. തുരീയം എന്ന് പറഞ്ഞ 4ാമത്തെ സൈലൻസ്, അതിനെ ശിവം എന്നാണ് അവസാനം വിളിക്കുന്നത്. അങ്ങേയറ്റം മംഗളം നിറഞ്ഞത് എന്നാണ്. ആ മംഗല്യ സൂത്രം, സൂത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ചരട്. മാത്രമല്ല സൂത്രം എന്ന് പറഞ്ഞ സംസ്കൃതത്തില് യമസൂത്രം, ഒരുപാട് സൂത്രങ്ങൾ പറയുന്നുണ്ട്. കടപയാതി സൂത്രം, മെയിൻ അക്ഷരങ്ങളെ വെച്ചിട്ടുള്ള പരൽ പേര് വെച്ചിട്ടുള്ള കടപയാതി സൂത്രം എന്ന് പറയും. അത് വെച്ചിട്ട് ആയുരാരോഗ്യ സൗഖ്യം എന്ന് നാരായണീയം പറയുന്ന, ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറഞ്ഞാണ് നാരായണീയം ചെയ്യുന്നത്. ആ വർഷമാണ് 1400 സംതിങ് എന്തോ വർഷമാണ്, എഴുതിയ വർഷമാണ് കാണിക്കുന്നത് ഇൻഡയറക്ട്ലി. ഈ കടപയാതി സൂത്രം, അതുപോലെ പല സൂത്രങ്ങൾ വെച്ചിട്ടാണ് ഗണിതശാസ്ത്രം പണ്ടത്തെ ആചാര്യന്മാര് ഗണിതശാസ്ത്രങ്ങൾ ഡീകോഡ് ചെയ്യുന്നത്. പ്രപഞ്ച രഹസ്യങ്ങളൊക്കെ ഡീകോഡ് ചെയ്ത് ചന്ദ്രനുമായിട്ടുള്ള ദൂരം ഋഷിമാർ കൃത്യമായി അന്നേ പറഞ്ഞിരുന്നു. അത് അവർ പറഞ്ഞ യോജന കിലോമീറ്റർ കണക്കാകുമ്പോൾ കൃത്യമാണ്. എങ്ങനെ ഇത് ഇപ്പോഴും അറിയത്തില്ല. ഈ സംഭവങ്ങളെല്ലാം, ഈ ഗണിതശാസ്ത്രം എല്ലാം ഇവിടെ പയ്യയുടെ മൂല്യം കണ്ടുപിടിച്ചതും എല്ലാം ഇവിടാണ്. ഈ സംഭവങ്ങളൊക്കെ സൂത്രങ്ങൾ വെച്ചിട്ടാണ്. സൂത്രത്തിന് സമവാക്യം എന്ന അർത്ഥമുണ്ട്. ഇവിടെ സൂത്രം എന്ന് പറഞ്ഞാൽ യോഗശാസ്ത്രത്തിന്റെ സൂത്രമാണ്. അതേതാണ്? യോഗസൂത്രം. പതഞ്ജലിയുടെ യോഗസൂത്രം, അഷ്ടാംഗയോഗത്തിന്റെ സൂത്രം. ഈ സൂത്രം അഷ്ടാംഗയോഗത്തില് പല പല സൂത്രങ്ങള്, മൊത്തം സൂത്രങ്ങളാണ് അല്ലേ? സൂത്രം നമ്പർ ഇത്ര. തത്ര പ്രത്യേകദാനത സമാധി സൂത്രം അല്ലെ, 103 പാദം 4. ഈ ശിവശക്തി സാമരസ്യമാണ് സമാധി എന്നുള്ളതാണ് ഈ പറയുന്നത്. ഇനി ഹഠയോഗ പ്രദീപികയിലെ പാഠം 11 സൂത്രം 2. ചലേവാദേ ചലം ബിന്ദുർ നിശ്ചലേ നിശ്ചലം ഭവേത് യോഗി പ്രാപ്നോതി സ്ഥാനിത്വം തതോ വായുർ നിരോധയേത്. എന്താണ്? ശ്വാസനിശ്വാസങ്ങളെ നിശ്ചലത്വം വരുമ്പോൾ, പ്രാണന്റെ നിശ്ചലത്വം വരുമ്പോൾ സമാധിയെ പ്രാപിക്കുന്നു യോഗി, അല്ലെ? നിശ്ചലേ നിശ്ചലം ഭവേത്
പ്രാപ്നോതി യോഗി പ്രാപ്നോതി സ്ഥാനിത്വം. സ്ഥാനിത്വം എന്ന് പറഞ്ഞാൽ ഈ ശിവബോധത്തില് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്ന നിന്നിൽ അസ്പന്ദമാകണം. സ്പന്ദമില്ലാത്ത അവസ്ഥയിൽ ബോധകേന്ദ്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന, നമ്മുടെ ബോധകേന്ദ്രത്തിൽ എത്തിച്ചേരുന്ന അവസ്ഥ. നമ്മുടെ ബോധകേന്ദ്രമാണ് ശിവബോധം. ആ ശിവബോധത്തിലേക്ക് നമ്മൾ ബഹിർമുഖമായിരിക്കുന്ന നമ്മുടെ ബോധത്തെ ധ്യാനത്തിലൂടെ, അഷ്ടാംഗയോഗയിലൂടെ, യമനിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാനം സമാധിയിലേക്ക് എത്തിച്ച് അന്തർമുഖമാക്കി എത്തിക്കുന്ന സൂത്രം ആണ് ശ്രീവിദ്യ. ഈ സൂത്രം ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ സൂത്രം എവിടെ നിന്നാണ് വരുന്നത്? എന്താണ് ഈ സൂത്രം? സൂത്രം ഇതാണെന്ന് പറഞ്ഞു. ആ സൂത്രത്തിന്റെ സമവാക്യം എന്താണ്? ആ സൂത്രം എന്തിനുള്ളതെന്നാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ആ സൂത്രം? പറയൂ. ഞാൻ പറഞ്ഞു നിങ്ങളും കൂടെ എന്തെങ്കിലുമൊക്കെ പറയണം. ദൈവികമായ ബന്ധം. ദൈവികമായ ബന്ധത്തിനെയാണോ പറയണത്? അതെ, ആ ബന്ധമാണ്. അത് സൂത്രം എന്താണ്? സൂത്രം എവിടുന്നാണ് വരുന്നതെന്നുള്ള ആലോചിച്ചാൽ മതി. ഇന്ന് ഇതിനകത്ത് പറയുന്നുണ്ട് അത്. അടുത്ത വാക്ക് ശിവബോധം. അതെ, ആ സൂത്രം എന്താണ്? ശിവബോധത്തെ പ്രാപിക്കാനുള്ള സൂത്രം എന്താണ്? സുഷുമ്നയിലെ കൂടെ പ്രാണം പോകുന്നതാണ്. അതെ, അത് വരുത്താൻ കാരണമായ സൂത്രം ഏതാണ്? ജപം. ആരോ പറഞ്ഞില്ല. ജപം ജപം ജപം. അത് എവിടുന്നാ വരുന്നത്? കന്ധര, കഴുത്തിൽ നിന്നല്ല വരുന്നത്. ഹലോ, വശന്യാദി വാഗ്ദേവതകളല്ലേ ഇത് ജപിക്കുന്നത്? നമ്മൾ മന്ത്രം പഞ്ചദശി മന്ത്രം ജപിക്കുമ്പോ വശന്യാദി വാഗ്ദേവതകളല്ലേ ജപിക്കുന്നത് യഥാർത്ഥത്തില്. അവര് കഴുത്തിലായിരിക്കുന്ന വശനി, കാമേശ്വരി, മോദനി, വിമല, അരുണ, ജൈനി, സർവേശ്വരി, കൗളിനി തുടങ്ങിയ ദേവതകൾ കഴുത്തിലായിരിക്കുന്നത്. ശബ്ദവുമായി ബന്ധപ്പെട്ട് വൈഖരിയായിട്ട് പുറത്തേക്ക് വരുന്നതല്ല മന്ത്രം. മധ്യമ വൈഖരി, പരാപശ്യന്തിയ മധ്യമ വൈഖരി, ഘാക്ഷരം പുറത്തേക്ക് വരുന്ന ആകാശ ശബ്ദമാണ്. അതല്ല മന്ത്രം. ശരിക്കും ആ മന്ത്രത്തെ ഉൽപ്പാദിപ്പിക്കുന്നത്, ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്നത്, സൗണ്ട് ഉണ്ടാക്കുന്നത് ഒക്കെ ഈ വശന്യാദി വാഗ്ദേവതകളാണ്. അവരാണ് ഭാഷ കൈകാര്യം ചെയ്യുന്നത്. അവരാണ് ലളിതസഹസ്രനാമം എഴുതുന്നത്. നമ്മുടെ ഉള്ളിൽ ഭാഷയായിട്ട് വരുന്ന ക്ഷതത്വാതീത രൂപിണി എന്ന് പറയും. ശുദ്ധ അധ്വ, അശുദ്ധ അധ്വ എന്നൊക്കെ ഉണ്ട്. ശിവാദിഭൂമി പര്യന്തമായ 36 തത്വങ്ങളെ കുറിച്ച് കാശ്മീരി ശൈവ സിദ്ധാന്തം പറയുമ്പോൾ പരാവാക്കിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. പ്രപഞ്ചം ആ പരാവാക്കിനെ കൺട്രോൾ ചെയ്യുന്നത് വശന്യാദി വാഗ്ദേവതകളാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇരിക്കുന്ന ഭാഗത്ത് ചൂടും തണുപ്പും കൈകാര്യം ചെയ്യുന്നവരാണ്. പ്രാണനെ കൺട്രോൾ ചെയ്യുന്നവരാണ്. പ്രാണന്റെ ഗതിവിഗതികളെ കൺട്രോൾ ചെയ്യുന്നവരാണ്. പ്രാണനിലൂടെയാണ് അക്ഷരങ്ങൾ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ മാറുന്നത്. എന്താ വേണ്ടേ എന്ന് ചോദിച്ചാൽ വളരെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ ചോദിക്കുന്നു. എന്തുവാ വേണ്ടേ? ആ ടോണിനകത്ത് പ്രാണൻ നെഗറ്റീവായിട്ട് വന്നു അല്ലേ? മോനെ ഇന്ന് സ്നേഹത്തോടെ അല്ലാതെ നമ്മൾ വിളിക്കാറില്ലേ അല്ലെ? അപ്പോ ഈ പ്രാണന്റെ ഗതിവിധികളെ നിയന്ത്രിക്കുന്നു. മന്ത്രത്തിലൂടെ ഗതിവിഗതികളെ നിയന്ത്രിക്കപ്പെടാനുള്ള പ്രാണന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുമ്പോഴാണല്ലോ വൈബ്രേഷൻ ഫീൽഡ്, ദേവതാ ചൈതന്യം പോസിറ്റീവായിട്ട് കുണ്ടലിനി വൈബ്രേറ്റ് ചെയ്യുന്നത്. കുണ്ടലിനിയായിട്ട് വരുന്ന ചൈതന്യം നമ്മുടെ ഉള്ളിൽ ഒരു ദേവതയെ സൃഷ്ടിക്കുന്നത്, അല്ലെ വൈബ്രേറ്റ് ചെയ്യിച്ച് ആ ദേവത വേണ്ട കാര്യങ്ങൾ നമുക്ക് കൊണ്ടുതരുന്ന ലോ ഓഫ് അട്രാക്ഷൻ വഴി ആഗ്രഹങ്ങൾ നടക്കുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് പ്രാണനെ വൈബ്രേറ്റ് ചെയ്യിക്കുമ്പോഴല്ലേ? അല്ലെ? അതെ, പ്രാണനെ വൈബ്രേറ്റ് ചെയ്യിക്കുമ്പോഴാണ് ഒരു ദേവത ഉണ്ടാവുന്നുണ്ട്, അല്ലെ? ട്യൂൺ ചെയ്യുന്ന ആ ദേവതയായിട്ട് ട്യൂൺ ചെയ്യപ്പെട്ടു. ഈ പ്രാണനെ വൈബ്രേറ്റ് ചെയ്യിക്കുന്ന ഇങ്ങനെ അക്ഷരങ്ങളുടെ ശ്വാസപ്രശ്വാസങ്ങളിലെ ഗതിവിഗതികൾ, അക്ഷരങ്ങളിലെ പ്രാണനെ കൂട്ടിയും കുറച്ചും അക്ഷരങ്ങൾ ശ്വാസത്തിനെ കൺട്രോൾ ചെയ്യുന്നു. അതിലൂടെ പ്രാണനെ കൺട്രോൾ ചെയ്യുന്നു. ആ പ്രാണന്റെ ഗതിവിഗതികളിൽ മാറ്റം ഉണ്ടാക്കി പ്രത്യേക രീതിയിൽ താളത്തിൽ ജപിക്കുമ്പോഴാണ് ആ അക്ഷരങ്ങളിലൂടെ ശ്വാസം നമ്മുടെ വ്യത്യാസം വരുമ്പോൾ, പ്രാണൻ വ്യത്യാസം വരുമ്പോഴാണ് ദേവത ഉണ്ടാകുന്നത്. ആ ദേവത ആ വൈബ്രേഷനിലൂടെയാണ് ശിവബോധത്തെ പ്രാപിച്ച് അങ്ങേയറ്റം മംഗളകരമായ സമാധിസ്ഥമായ അവസ്ഥയിൽ ഒരാൾ എത്തുന്നത്. ആ സമാധിസ്ഥമായി എത്തിച്ചേരുന്ന ആ മംഗളകരമായ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ട ബന്ധം, ആ ബന്ധത്തിന്റെ സൂത്രം, ആ സൂത്രം എന്താണ്? കഴുത്തിൽ നിന്ന് വരുന്നതാണ്.
പല പ്രാണായാമം ചെയ്യുമ്പോഴത്തേക്കും ശബ്ദത്തിന് ഏതാ? മോഡുലേഷന് നമ്മൾ അഡ്വാൻസ്ഡ് പ്രാണായാമങ്ങൾ ചെയ്യുമ്പോഴേ ഗുരുനാഥ് ആ ഭ്രമരി ഉജ്ജായി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും നമ്മുടെ ഈ ശബ്ദത്തിന് ആ മോഡുലേഷന് പല രീതിയിൽ വ്യത്യാസം വരാറുണ്ട്. വ്യത്യാസം വരും. അത് യോഗമാർഗം. നമ്മള് അതെ, അത് തന്ത്രമാർഗത്തില് ഇങ്ങനെ നമ്മള് തന്ത്രി ട്യൂൺ ചെയ്തെടുക്കും. ഇപ്പൊ വീണയുടെ ഒരു തന്ത്രിയെ ട്യൂൺ ചെയ്യുമ്പോഴത്തേക്ക് അത് നമ്മുടെ അതെ വിരലിൽ അനുസരിച്ചിട്ടില്ലേ, അതേപോലെ ഉള്ള ആ ഒരു ആ ശരിക്കും അതേപോലെ ശബ്ദത്തിനകത്ത് വരും. അതേപോലെ പല ഫ്രീക്വൻസികളിലാണ് മന്ത്രം ട്യൂൺ ചെയ്ത് ദേവതകളെ കണക്ട് ചെയ്തെടുക്കുന്നത്. അപ്പം പഞ്ചദശാശ്വരി ആയാലും ബാലയായാലും മഹാഷോഡശി ആയാലും ഷോഡശി ആയാലും ഒക്കെ വാരാഹി ആയാലും ഇതൊക്കെ ഡിഫറെന്റ് ഫ്രീക്വൻസിയിലുള്ള വൈബ്രേഷനുള്ള ദേവതകളാണ്. നമ്മൾ ഒരു പ്രത്യേക വൈബ്രേഷൻ ഫീൽഡിൽ നിൽക്കുന്ന ദേവതകളാണ്. ശരീരമുള്ള നമ്മള് ശരീരം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ നമ്മൾ ഈ ലോകത്തേക്ക് ചെന്ന് വേറൊരു ഫ്രീക്വൻസിയിൽ ട്യൂണ്ടാവും, ഡൗൺ ഫ്രീക്വൻസി. അപ്പൊ നമ്മൾ ഏത് ഫ്രീക്വൻസി നിൽക്കണം എന്ന് ഇപ്പോഴേ തീരുമാനിക്കാൻ പറ്റും ഈ ഉപാസന ചെയ്യുമ്പോൾ. ദേവിയുടെ ഉയർന്ന ഫ്രീക്വൻസിയിൽ മരിക്കുമ്പോൾ നിൽക്കണം. ഈ ബാധകൾ ശരീരത്തിൽ വരുന്ന വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കണ്ടില്ലേ, അവരിങ്ങനെ അവരുടെ അവസ്ഥയൊക്കെ പറയും, ഇരുട്ട് തലഞ്ഞിരിഞ്ഞ് നടക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾക്ക്, ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കും. അപ്പൊ ചോദിച്ചു ഒരു ബാധ എടുക്കാൻ, ഞാൻ ഇങ്ങനെ നല്ല വിവരമുള്ള സാധനം വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഞങ്ങളെക്കുള്ള മരിച്ചിട്ടില്ലാത്തവർക്ക് തരാൻ പറ്റുന്ന ഉപദേശം? അപ്പൊ പറഞ്ഞു അതോ മരിക്കുമെന്ന് ഓർക്കണം അത്ര. ഞങ്ങൾ ഓർത്തില്ല. ഞങ്ങൾ ഒരു ദിവസം മരിച്ചു കഴിയുമ്പോ അയ്യോ മരിച്ചോ, അപ്പൊ പിന്നെ ഇരുട്ടത്ത് കിടന്ന് ഇങ്ങനെ അലിഞ്ഞില്ല, ഇത് കുറച്ച് പ്രകാശത്തിൽ പോകുന്ന എന്തെങ്കിലും പരിപാടി ഒന്ന് ചെയ്യേണ്ടതായിരുന്നു. ഇനിയിപ്പം അടുത്ത ശരീരം കെട്ടണം. അപ്പൊ അല്ലാണ്ട് വിളി ഞങ്ങൾ ഇതുപോലെ കയറും. അപ്പൊ നിങ്ങളുടെ കൂട്ടുള്ളവർ നമ്മൾ ഒഴിപ്പിക്കും. അത് അഗ്നിക്കകത്തിട്ട് പോലെ കളിച്ച് മന്ത്രമൊക്കെ ജപിച്ച് പുകച്ച് നമ്മളെ പുറത്തി അടിക്കും. അപ്പം അടുത്ത ആളിനെ പിടിക്കും. നമ്മളിങ്ങനെ നമുക്ക് ചത്ത് ഒരു പ്രാവശ്യം ചത്ത് ഇനിയും ചാവാൻ പറ്റും. അപ്പൊ ഇത് തുടങ്ങുമായിരുന്നു. ഇത് ആത്മഹത്യ ചെയ്താൽ തീരുമെന്ന് വിചാരിച്ചാണ് ആത്മഹത്യ ചെയ്തത്. പക്ഷെ തുടങ്ങുമായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് മുട്ടി. അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം മരിക്കുമെന്ന് ഓർത്തോണം. അപ്പം നമ്മൾ ആലോചിക്കുക അതിന് ശേഷം എന്തുവാന്ന്. അപ്പം നമ്മൾ ഈ പതുക്കെ ഈ പുസ്തകമൊക്കെ എടുത്ത് ലളിതാസഹസ്രനാമം ജയിക്കാനോ യജ്ഞത്തിൽ പങ്കെടുക്കാനൊക്കെ തോന്നും. ഇല്ലെങ്കിൽ ഈ ദിവസം അവിടെ പോയി ആ ബിയർ പാർലറിൽ പോയിട്ട് വരാനോ, അല്ലെ ഈ ദിവസം ഒരു ഒഴിവല്ല ശനിയാഴ്ച വൈകുന്നേരം ലാവറുടെ അവിടെ പോയിട്ട് വരാൻ, അവിടെ കൂട്ടുകാരോടൊക്കെ പോകാൻ ഒന്ന് കൂടാം എന്നൊക്കെ തീരുമാനിക്കുന്നത് അതൊക്കെ മാറ്റി വെച്ചിട്ട് അയ്യോ മരിക്കുവാണ് എന്തോ എങ്ങോട്ട് പോകും അപ്പൊ എന്ന് പറഞ്ഞിട്ട് ഈ ദേവിയെ വിളിക്കാനൊക്കെ ഉള്ള ഒരു മൈൻഡ് ഉണ്ടാവും, ഈശ്വരനെ വിളിക്കാനുള്ള മനസ്സുണ്ടാവും എന്ന് പറയുന്നു. അപ്പോ അതാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രകാശത്തിന്റെ ലോകത്തേക്ക്, ദേവിയുടെ ലോകത്തേക്ക് നമ്മളെ എത്തിക്കുന്ന സൂത്രമാണ് ഈ മന്ത്രങ്ങൾ, ദേവിയുടെ മന്ത്രങ്ങൾ. പഞ്ചദശാക്ഷരി വിശേഷിച്ചു സമാധിക്കാണ് പഞ്ചദശാക്ഷരിക്ക് പ്രാധാന്യം. ബാല ആവുമ്പോൾ സമാധിക്കും പ്രാധാന്യമുണ്ട്, മെറ്റീരിയൽ സക്സസിനും പ്രാധാന്യമുണ്ട്. താരതമ്യേന അത് ഭൗതിക നേട്ടങ്ങൾ ചെറുതായതുകൊണ്ടാണ് ബാല എന്ന് വിളിക്കുന്നത്, അല്ലാതെ അത് പെൺകുട്ടിയൊന്നുമല്ല. പക്ഷെ നമുക്ക് അതിനെ കണക്ട് ചെയ്യണമെങ്കിൽ പെൺകുട്ടിയായിട്ട് തന്നെ കാണുകയും സ്നേഹിക്കുകയും ഭക്തി ഉണ്ടാവുകയും ഒക്കെ ചെയ്താൽ ഈ ദേവി നമ്മളോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ഗ്രൂപ്പിലുള്ള ചില ആൾക്കാരുടെ വീട്ടിൽ തന്നെ വിളക്ക് കത്തുന്നു, കുസൃതി കാണിക്കും അല്ലേ. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ പോയിട്ട് വിളക്ക് കത്തിക്കാനായിട്ട് തീപ്പെട്ടി എടുത്തുകൊണ്ട് വന്നപ്പോൾ അവിടെ തീപ്പെട്ടിയും കൊണ്ടൊന്നുമില്ല. അയ്യോ തീപ്പെട്ടി ഇല്ലല്ലോ, അവിടെയൊക്കെ നോക്കിയിട്ട് കണ്ടില്ല. പിരിഞ്ഞു വെച്ചിട്ട് അകത്ത് പോയി തീപ്പെട്ടി എടുത്തുകൊണ്ട് വന്നപ്പോൾ ഇത് കത്തിയിരിക്കും. അവിടെ ഒന്നും ആരുമില്ല, ഏറ്റടച്ചേക്കുന്നു. അങ്ങനെ പലതവണ ആദ്യം സംശയമായിരുന്നു, ഇത് തന്നെ എന്തെങ്കിലും ആരെങ്കിലും കത്തിച്ചിട്ട് പോയതായിരിക്കുന്നു. പിന്നെ നോക്കി അല്ല, തന്നെ കത്തുകയാണ്. ഇങ്ങനെയുള്ള പല ചിലരുടെ ശരീരത്തിൽ വരും. ബാല സംസാരിക്കും, ചോക്ലേറ്റ് വേണമെന്ന് പറയും. പല അനുഭവങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള പലർക്കും ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ എനർജി ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ വേറെ തലത്തിലേക്ക്, അത് മനസ്സിന്റെ കണക്ഷനും കൂടെ വരുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അതിനെ അതിവർത്തിച്ച്, രൂപത്തെ അതിവർത്തിച്ച് ഊർജ ലോകത്തേക്ക്, നമ്മൾ പ്രാണലോകത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ്, പ്രാണമയ കോശത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്, മനോമയം അതിക്രമിച്ച് പ്രാണമയ കോശത്തിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ഒരു പാലം പോലെ മാത്രമേ ഫിഗറുകളെ ഉപയോഗിക്കാവൂ. ദേവി രൂപങ്ങളെ ദേവിയെ ചെറുതാക്കുന്ന പോലെ ആയിപ്പോകും അല്ലേ. ദേവി ഇത്രയും വലിയ ദേവിയെ നമ്മളൊരു രൂപത്തിലേക്ക് ഒതുക്കുന്നത് ശരിയാണ്. അപ്പം അങ്ങനെ കടത്തി വിടുന്ന സൂത്രമാണ് നമ്മുടെ മന്ത്രങ്ങൾ. കുണ്ടലിനി സഹസ്രാരത്തിലേക്ക് എത്തിക്കുന്ന സൂത്രം
ആ മഹായോഗ സൂത്രം തന്നെയാണ് പഞ്ചദശാക്ഷരി. അത് നമ്മളെ ആനന്ദമയ കോശത്തെ ഉണർത്തുന്ന, അങ്ങേയറ്റം മംഗളകരമായിട്ടുള്ള ആനന്ദമയ കോശത്തെ ഉണർത്താൻ, ഐശ്വര്യമുണ്ടാക്കാൻ, ആയുരാരോഗ്യ സൗഖ്യമുണ്ടാക്കാൻ, എല്ലാ രീതിയിലും ഒരു മനുഷ്യന്റെ ജീവിതത്തെ സാർത്ഥകമാക്കാനും പൂർണ്ണമാക്കാനും പറ്റുന്ന പവർഫുള്ളായിട്ടുള്ള ഒരു പദ്ധതിയാണ് ശ്രീവിദ്യ. അതിലെ പഞ്ചദശാക്ഷരി അതിന് പറ്റുന്ന ഒരു സൂത്രമാണ്. ആ സൂത്രം ആണ് ശരിക്കും ഇവിടെ പരാമർശിക്കുന്നത്. ദേവിയുടെ ത്രിവലിയ 3 കഴുത്തിലുള്ള 3 വരകളെ വാക്വകൂടം, മധ്യകൂടം, ശക്തികൂടം എന്ന് പറയാൻ പറ്റും. അങ്ങനെ ആ 3 വരകളായിട്ട് ഈ മംഗല്യ സൂത്രത്തെ ശങ്കരാചാര്യ സ്വാമികള് ഗുരുനാഥൻ സൗന്ദര്യലഹരിയിൽ പറയുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് നമ്മൾ ഈ വാചകങ്ങൾ ജപിക്കുമ്പോൾ കുറെ കൂടി ഒരു സുഖം നമുക്കുണ്ടാവും. അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി, ശരിയല്ലേ? അപ്പം ആ രൂപത്തില്, മനോമയത്തില് ഈ പഞ്ചകോശ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ എന്താ അറിയാവോ? ലളിതാ സഹസ്രനാമത്തില് ഓരോ വാചകങ്ങളും ഈ 5 കോശങ്ങളിലും ടച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ യോഗശാസ്ത്രത്തിൽ പോയാൽ അവിടെ ഇതുപോലെ ഒരു രൂപമില്ല ദേവതയ്ക്ക്. അതുകൊണ്ട് തന്നെ മനോമയത്തെ ടച്ച് ചെയ്യുന്നില്ല ആ സൂത്രങ്ങൾ. ഇപ്പൊ തന്നെ ഹഠയോഗ പ്രതിഫല സൂത്രം ഞാനിപ്പോ വായിച്ചു. അതിനകത്ത് എവിടെങ്കിലും രൂപം പറയുന്നുണ്ട്. ശ്വാസപ്രശ്വാസം നിശ്വാസം നിശ്ചലിക്കുമ്പോൾ സമാധിയിലോട്ട് പോകുമെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ രൂപങ്ങളില്ല അവിടെ. മനോമയത്തെ ഹാൻഡിൽ ചെയ്യുന്നില്ല. നമുക്കൊക്കെ വാസനകളുണ്ട്. ഈ വാസനകളെ കൃത്യമായി ബൈപ്പാസ് ചെയ്യണമെങ്കിൽ രൂപങ്ങൾ ആവശ്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ ഭയമുണ്ട്, വിഷമമുണ്ട്, ദേഷ്യമുണ്ട്. ഇതിനെയൊക്കെ തരണം ചെയ്യണ്ടേ ഒരു മനുഷ്യൻ? ഭയം വരുമ്പോൾ ദേവിയുണ്ട്, ഭദ്രകാളിയുണ്ട്. വിഷമം വരുമ്പോൾ അമ്മ ത്രിപുരസുന്ദരിയുണ്ട്. ശരിയല്ലേ? കളിക്കാൻ തോന്നുമ്പോൾ ആരുമില്ല, കൂട്ട് ബാലയുണ്ട്. നമുക്ക് മനസ്സിനെ സിമ്പിളായിട്ട് ഓവർടേക്ക് ചെയ്ത് വിടാൻ പറ്റുന്ന ആർക്കിടൈപ്പുകൾ, പ്രതീകങ്ങൾ, പ്രതിരൂപങ്ങൾ ഇവിടെയുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ. അതുകൊണ്ട് പഞ്ചകോശങ്ങളെ ടച്ച് ചെയ്ത് ശുദ്ധീകരിക്കുന്ന, പഞ്ചകോശങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള ലളിതാ സഹസ്രനാമമാണ്, സ്പർശിച്ചുകൊണ്ടുള്ള ഒരു സ്തോത്രമാണ് ലളിതാ സഹസ്രനാമം. അതിൽ ഓരോ നാമങ്ങളും അറിഞ്ഞോ അറിയാതെയോ പഞ്ചകോശങ്ങളെ 5നെയും ടച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയാതെ, അറിഞ്ഞുകൊണ്ടാ അറിയാതെയോ. പക്ഷെ ആ ഋഷി എഴുതിയിരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ ഇത് അറിഞ്ഞുകൂടാതെ ആയിരിക്കും ജപിക്കുന്നത്. പക്ഷെ ക്രമേണ പ്രാണമയ കോശത്തിൽ എത്തുമ്പോൾ ഉള്ള ലളിതാ സഹസ്രനാമം വേറൊന്നാണ്, അന്നമയത്തിലുള്ള ലളിതാ സഹസ്രനാമം വേറൊന്നാണ്. ജപിച്ച് നമുക്ക് കുണ്ടലിന് റൈസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ പെർസെപ്ഷൻ ലെവൽ മാറും. നമ്മൾ അന്നമയത്തിൽ നിന്ന് നമുക്ക് മനോമയത്തിൽ ജീവിക്കാൻ തുടങ്ങും. അപ്പൊ കുറച്ചൊക്കെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനും, മറ്റുള്ളവരുടെ മനസ്സിനെ മനസ്സിലാക്കാനും. മറ്റൊരു മൃഗം പോലെയാണ്. പണിയെടുക്കുന്നു, കാശുണ്ടാക്കുന്നു, വരുന്നു, വല്ലതും നിന്നിട്ട് കിടന്ന് ഉറങ്ങുന്നു, വേറൊന്നും അറിയാൻ വയ്യ, കുറെ തെറി പറയും. പക്ഷെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ പരിഷ്കരിക്കപ്പെട്ടു. പ്രാണൻ മനസ്സിലേക്ക്, നമ്മുടെ ബോധം മനസ്സിലേക്ക് വരുമ്പോൾ നമ്മളെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനും മറ്റുള്ളവരുടെ മനസ്സിനെ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. മറ്റുള്ളവർക്ക് ഹിതകരമായ കർമ്മം ചെയ്യാൻ പറ്റുന്നു. അവിടുന്ന് ബോധം പ്രാണമയത്തിലേക്ക് വരുമ്പോൾ ആളുകളെ ഊർജമായിട്ട് കാണും. ഊർജമായിട്ട് കാണുമ്പോൾ നമുക്ക് ജീവിതം ഭയങ്കര രസമാണ്. കാരണം നമുക്ക് ആളുകളോട് ക്ഷമിക്കാനൊക്കെ പറ്റും. നമ്മുടെ തന്നെ കർമ്മഫലമാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് മനസ്സിലാവും. നമ്മൾ ഊർജം വിട്ടിട്ടാണ് ലവന്റെ കയ്യിൽ നിന്ന് അത് കിട്ടിയെന്ന് മനസ്സിലാവും. കഴിഞ്ഞ ദിവസം നമ്മുടെ മോന് രാമന് 1ാം ക്ലാസ് കഴിഞ്ഞുള്ളത്, പുള്ളിക്കാരൻ TV കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അതിനകത്ത് ഒരു സിമ്പിൾ സംഭവമാണ്. അതായത് ഒരു പയ്യൻ ഇങ്ങനെ അവരുടെ ഒരു റീൽസ് കാണുകയാണ്. ആ പയ്യൻ കിടന്നിട്ട് ഇങ്ങനെ ഒരു ദിവസം അച്ഛന്റെ കാര്യം പറഞ്ഞു. അച്ഛൻ എന്ത് സുഖമാണ്, അച്ഛന് വലിയ ആൾക്കാരാണ്, അച്ഛന് ഇഷ്ടമുള്ളത് വാങ്ങിച്ച് തിന്നാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. നമ്മൾ കൊച്ചു പിള്ളേർക്ക് നമുക്കിതൊന്നും പറ്റത്തില്ല എന്ന് കൂട്ടുകാരനോട് പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ ഇയാൾ സ്വപ്നം കാണുകയാണ് അച്ഛനായതായിട്ട്. അച്ഛനായി കഴിഞ്ഞപ്പോഴത്തേക്കും CC അടയ്ക്കണം, വണ്ടിയുടെ വീട്ടിൽ കടക്കാർ വന്ന് നിൽക്കുന്നു, ഒരുപാട് ജോലി, കഷ്ടപ്പാട്, ദുരിതങ്ങള്. അയ്യോ പൈസ ഉണ്ടാക്കണം, അത് വേണം, ഇത് ചെയ്യണം. ഉടനെ അയ്യോ എന്ന് വിളിച്ച് ഈ പയ്യൻ കരഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇവനങ്ങ് ഉണരും. സ്വപ്നമായിരുന്നു, അച്ഛനാവണ്ട, കൊച്ചനായിട്ടിരുന്നാ മതി, പരമസുഖം. ഇതിങ്ങനെ പറയുന്ന കണ്ടോണ്ടിരിക്കുകയാണ് നമ്മുടെ മോൻ. അപ്പൊ അവൻ എന്നെ ഒന്ന് നോക്കി, ഞാൻ അവനെ നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കിതുപോലെ കുഞ്ഞായിരുന്നേ കൊള്ളായിരുന്നു, നീ അച്ഛനായാലും കൊള്ളായിരുന്നു,
നിനക്ക് അവിടെ കിടന്നിങ്ങനെ രാവിലെ എണീക്കുക, വന്ന ആ സോഫയുടെ മൂലയ്ക്ക് വന്നിങ്ങനെ കിടന്ന് TV ഓൺ ചെയ്യുക, 24 മണിക്കൂറും TV ഇങ്ങനെ ഷിഞ്ചാൻ മിഞ്ചാനും അതും ഇതും ഒക്കെ കാണുക, എന്നിട്ട് നീ ഈ റീൽസും കണ്ടുകൊണ്ടിരിക്കുക. ഇടയ്ക്കൊന്ന് സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ട്യൂഷന് പോയിട്ട് വരണം, അത്രയേ ഉള്ളൂ. 4 നേരവും തിന്നുകൊണ്ട് അച്ഛനും അമ്മയും കട്ടപ്പെടും, നീ ഇങ്ങനെ ഇരുന്നാ മതി എന്നൊക്കെ പറഞ്ഞപ്പോ അവൻ തിരിച്ച് വാശിയോടെ പറഞ്ഞു, ആളുടെ എനർജി ഉണരാൻ തുടങ്ങി. എന്നിട്ട് വാശിയോടെ പറഞ്ഞു, ആ അച്ഛനാവുമ്പോ എന്നെ അടിക്കുമല്ലോ, അപ്പൊ എനിക്ക് അച്ഛനെ അടിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഉരുളക്കുപ്പേര് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ആ നീ ആലോചിച്ച് നോക്കി എന്തെല്ലാം ബുദ്ധിമുട്ടാ. രാവിലെ മുതൽ ആളുകള് നെഗറ്റീവ് കേൾക്കണം, ബാധ ഒഴിപ്പിക്കണം, പൂജ കഴിക്കണം, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് അതിന്റെ പീക്കിലെത്തിയപ്പോ ഞാൻ ചുമ്മാ ഒന്ന് വിളിച്ചു, അച്ഛാ എന്ന് വിളിച്ചു. ഈ പയ്യൻ ഈ സങ്കല്പ ലോകത്ത് നിന്ന് ഇത് ദേഷ്യം വന്ന്, വിഷമം വന്ന്, പേടി വന്ന് വല്ലാത്ത ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് ഞാൻ അച്ഛാ എന്ന് വിളിക്കുന്നത്. ആ ഒരു നിമിഷം ഇവന് അച്ഛനായിട്ട് തോന്നിയപ്പോഴത്തെ ആ ദേഷ്യം വന്നിട്ട് എന്നെ ആന്തി. അതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ എനിക്ക് ഈ ആന്തല് കിട്ടാൻ കാരണം ആരാ? ഞാൻ തന്നെ അല്ലേ ഈ മാന്തല് കിട്ടാൻ കാരണം, അല്ലേ? അതൊരു കുട്ടിയാണ്, പക്ഷെ അതിന്റെ എനർജി വേറെയാണ്. അപ്പോഴത്തെ എനർജി നമ്മൾ നോക്കണം. കുട്ടിയാണ്, ഞാൻ തമാശക്ക് പറഞ്ഞു തുടങ്ങിയതാണ്, പക്ഷേ എനിക്കിത് തിരിച്ചു കിട്ടി. നമ്മളുടെ ആ എനർജിയെ നമ്മൾ നോക്കാത്തതുകൊണ്ടാണ്. നമ്മൾ കൊച്ചാകുമ്പോൾ നമ്മൾ വാത്സല്യത്തോടു കൂടി കൊച്ചാണെന്ന് കാണുന്നു. അവിടെ ഒരു എനർജി ഉണ്ട്, അതൊരു എനർജി സംഘാതമാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത്. ആ വ്യക്തി, എല്ലാ വ്യക്തികളുടെയും ഊർജത്തെ കണ്ട് സംസാരിക്കാനും പെരുമാറാനും നമുക്ക് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആളുകളെ ഹാൻഡിൽ ചെയ്യാനും, അവരെ സ്നേഹിക്കാനും, അവരുടെ തണുപ്പിക്കാനും, അവർക്ക് ഒന്നിച്ച് അവരുമായിട്ട് പ്രവർത്തിക്കാനും, ആനന്ദമയ കോശം അവർക്ക് നമുക്ക് ഉണരാനും, അല്ലെങ്കിൽ ഹാപ്പിനെസ്സിലേക്ക് വരാനും, ജീവിത വിജയം നേടാനും, 1000 പേർക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യിക്കാനും, ആ വർക്ക് ചെയ്യാനും, അതിലൂടെ നല്ല ധനം ഉണ്ടാകാനും, ധർമ്മമായ മാർഗത്തിലൂടെ അർത്ഥം ഉണ്ടാക്കി ആ പണം കൊണ്ട് കാമം തീർക്കാനും, അതിലൂടെ മോക്ഷം കിട്ടാനുമുള്ള സൂത്രമാണ് ശ്രീവിദ്യ നമുക്ക് തരുന്നത്. പഞ്ചകോശങ്ങളെയും ശുദ്ധീകരിച്ചുകൊണ്ട് ലളിതാ സഹസ്രനാമം ശരിയായി മനസ്സിലാക്കി ജപിക്കുന്ന ഒരു സാധകന്, ദേവി ഉപാസന ചെയ്യുന്ന സാധകന് സമാധി വരെ എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ എല്ലാവരുടെ, ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും സമാധി പ്രാപിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ചുമ്മാ ചത്തുപോകരുത്. പഞ്ചകോശങ്ങളെ ശുദ്ധീകരിച്ച്, ഞാൻ പറയുന്നത് എല്ലാം കേൾക്കണം. സൂര്യനമസ്കാരം കളഞ്ഞ ശരീരത്തിന് അസുഖങ്ങൾ വരും, അപ്പൊ ഈ പറഞ്ഞ പരിപാടി നടക്കത്തില്ല. ഓരോന്നും മനോമയ അഫർമേഷൻ കളഞ്ഞ മനോമയത്തിന് പ്രശ്നം പറ്റും. അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും എല്ലാവർക്കും സമാധിയിൽ എത്താൻ സാധിക്കും. അതിന് പറ്റുന്ന രീതിയിലാണ് ഈശ്വരൻ നമ്മളെ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. ആ ആനന്ദമയ കോശത്തിൽ എത്തി സമാധിയെ പ്രാപിക്കാൻ എല്ലാ സാധകർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു. ദേവി അനുഗ്രഹിക്കട്ടെ. ശ്രീമാത്രയാണ്. ഈ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ എപ്പോഴും കാലിങ്ങനെ മടങ്ങുവാണ്, കുഴപ്പമുണ്ടോ? എത്ര ശ്രമിച്ചിട്ട് എങ്ങനെ മടങ്ങും? നമ്മള് ഫസ്റ്റ് സ്റ്റെപ്പ് വിടത്തില്ലേ, കൈ രണ്ടും താഴേക്ക് കുത്തുമ്പോ കാല് മുട്ടിങ്ങനെ മടങ്ങും. അത് ഒബ്സർവ് ചെയ്യണം. ഏത് കോശത്തിലാണ് പ്രശ്നം നോക്കണം. മനോമയത്തിലാണോ, അന്നമയത്തിലാണോ, പ്രാണമയത്തിലാണോ, വിജ്ഞാനമയത്തിലാണോ എന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് അന്നമയത്തിലാണെങ്കിൽ എല്ല് പൊട്ടിയിട്ടുണ്ടോ, ആദ്യം അന്നമയം നോക്കണം. അതിന്റെ മെതേഡ് അങ്ങനെ, എന്ത് അസുഖം ഉണ്ടെങ്കിലും ആദ്യം നല്ലൊരു അലോപ്പതി ഡോക്ടറെ കണ്ട് MRI എടുക്കുകയോ എക്സ്റേ എടുക്കുകയോ സ്കാൻ ചെയ്യുകയോ ഒക്കെ ചെയ്ത് പൊട്ടൽ വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. പൊട്ടലില്ല എന്നുണ്ടെങ്കിൽ അടുത്തത് അങ്ങനത്തെ ഇഷ്യൂസ് അല്ല, അല്ലാതെ അങ്ങനത്തെ ഇഷ്യൂ അല്ല, ഞാൻ പറയുക അങ്ങനത്തെ ഇഷ്യൂസ് ആണോ എന്ന് നോക്കണം. അങ്ങനെ ഇഷ്യൂസ് അല്ലെങ്കിൽ, അതല്ല നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലാവുക അന്നമയം അല്ല, അന്നമയാണോ എന്ന് ആദ്യം നോക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. ഡോക്ടറെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് തന്നെ അന്നമയം വിടാം, അന്നമയമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ട മനോമയമാണ്. മാനസികമായിട്ട് എന്തെങ്കിലും സ്ട്രെസ് വന്നു, എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കാലിന് എന്തെങ്കിലും പ്രശ്നം വരുന്ന രീതിയിൽ എന്തെങ്കിലും ട്രോമ വന്നിട്ട് കാലെ ബാധിച്ചു, അല്ലെങ്കിൽ അങ്ങനെ വരാം. ഒരു കുട്ടി തളർന്നു കിടക്കുക, അത് ആ കുട്ടി തളർന്നാൻ കിടക്കാൻ കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ പെരയ്ക്ക് മുകളിൽ നിന്ന് ആ TV നന്നായിക്കൊണ്ടിരുന്നപ്പോൾ താഴെ വീണു. ഈ കുട്ടി പറഞ്ഞിട്ടാണ് അച്ഛൻ പോയി നോക്കിയത്. അപ്പൊ അച്ഛൻ താഴെ വീണപ്പോൾ ഈ കുട്ടി വിചാരിക്കുന്നത്, ഉപബോധ മനസ്സ് വിചാരിക്കുന്നത്, എൻ്റെ അച്ഛൻ താഴെ വീഴാൻ കാരണം ഞാനല്ലേ പറഞ്ഞു വിട്ടത്. അപ്പൊ അച്ഛൻ താഴെ വീണ് നടുവ് വയ്യാതെ പൊട്ടിക്കിടക്കും കണ്ടുവാൻ ഞാനും അതുപോലെ കിടക്കണം. അപ്പൊ അതിന്റെ ഒരു കോമ്പൻസേഷൻ, ഞാനും അത് സഹിക്കണം എന്ന്. ഇതൊക്കെ അവരെ അറിഞ്ഞുകൊണ്ടല്ല, ഉപബോധ മനസ്സില്
നടക്കുന്ന കളിയാ, തളർന്നു കിടക്കും. എന്തൊക്കെ ട്രീറ്റ് ചെയ്ത് മാറും. അവസാനം ഒരു സൈക്കോളജിസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, അതിലുപരി ഉപാസന, നമ്മുടെ ഉപാസന ശ്രീവിദ്യാ പദ്ധതി പ്രകാരമുള്ള ഉപാസന, ഈ ഗ്രൂപ്പിലുള്ള ആളാണ്, ആളാരാന്ന് ഞാൻ പറയുന്നില്ല, ആളുടെ മോളാണ്. അപ്പം ശ്രീവിദ്യ സ്ട്രോങ് ആയിട്ട് ചെയ്ത് ഉപാസന ചെയ്ത് കഴിഞ്ഞപ്പോൾ തിരിച്ചു കയറി വന്നു, അഫർമേഷൻ ഒക്കെ പറഞ്ഞു, ശരിയായിട്ട് ഇപ്പൊ ആരോഗ്യമായിട്ട് അടിപൊളിയായിട്ട് നടക്കുന്നു മോള്. അപ്പം എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഈ പറഞ്ഞ അപ്പൊ ഇതുപോലെയുള്ള മാനസിക പ്രശ്നമാണോ നോക്കണം. രണ്ടാമത് അത് ബോധ മനസ്സിൽ നോക്കി സ്വയം നോക്കിയിട്ട് കുഴപ്പമില്ല എന്ന് കണ്ടാൽ മൂന്നാമത് പ്രാണന്റെ കുഴപ്പം, ബാധയായിരിക്കും. ഇത് രണ്ടും അല്ലെങ്കിൽ ബാധയായിരിക്കും. അത് നമ്മൾ ഏതെങ്കിലും ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഒരു ആൽരൂപം തലക്കൊഴിഞ്ഞ് നിശ്ചയിച്ച് കാണിക്കുകയും ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും ചത്രം വേറെ കടുംബാഴ്ചയൊക്കെ നടത്തി അവിടെ നിന്ന് കുറെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഭദ്രകാളി മന്ത്രം കൊണ്ട് സ്ട്രോങ് ആയിട്ട് ജപിക്കുക. ആ ഫ്രീക്വൻസി മാറുമ്പോൾ അതങ്ങ് പോകും. മനസ്സിലാവുന്നുണ്ടോ? അല്ല, ഇത് ആദ്യ നാൾ തൊട്ടേ ഇങ്ങനെയാണ് കാല്. എത്ര നാളായി? അല്ല, ഇത് തുടക്കം തൊട്ടേ അങ്ങനെ തന്നെ ആയിരിക്കും കാല്. ഇതൊരു അങ്ങനെയല്ല, നമ്മൾ കാല് മടക്കുന്ന സമയത്ത് മുട്ട് ജസ്റ്റ് മടങ്ങി വരും, അതങ്ങനെയാണ്. എനിക്ക് മുട്ട് അത് ബാധയാണ്. ഞാൻ അങ്ങനെ ചോറ്റാനിക്കരയിൽ പോയപ്പോ ദേവി എന്റെ കൂടെ വന്ന അങ്ങനെ ഞാൻ തുള്ളി. എനിക്ക് ഇതൊന്നും വലിയ വിശ്വാസമില്ല. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തെ ഒരു പ്രകാശത്തോടെ ഞാൻ തുള്ളിയപ്പോൾ വർഷങ്ങളായിട്ടുള്ള എന്റെ കാല് ചെറുതായിട്ട് മടങ്ങിയിരിക്കുമായിരുന്നു. എന്റെ വൈഫിനൊക്കെ അറിയാം, ചോദിച്ചാൽ പറയും. അത് നിവർന്നു. അപ്പോഴാണ് ഇതിനകത്ത് കാര്യമുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അല്ല, അങ്ങനത്തെ കാല് മടങ്ങിയിരിക്കുന്നല്ല ഞാൻ പറഞ്ഞ. അപ്പൊ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമാണ്, പേഴ്സണൽ കാര്യമാണ്. നമുക്ക് അത് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം. നമുക്ക് പിന്നെ പേഴ്സണൽ ആയിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി, നമുക്ക് ചർച്ച ചെയ്യും കേട്ടോ. ഇത് മൊത്തത്തിൽ ഇത് ഇപ്പൊ ആളുകൾക്ക് പ്രയോജനം. ഇങ്ങനെ ഈ ഗ്രൂപ്പിലുള്ള ആർക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും നിങ്ങൾ ഈ മെത്തേഡ് പഞ്ചകോശ ശുദ്ധി പ്രകാരമുള്ള ഡയഗ്നോസിസിലേക്ക് പോയാൽ നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? എല്ലാവരും എല്ലാം മാറ്റും എന്ന് പറയും. നമ്മൾ നേരെ അലോപ്പതി പോകും. ചിലതൊന്ന് മനോമയത്തിന് പ്രശ്നം വന്നിട്ട് തിരിച്ചുകൊണ്ട് ഒരു 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 ഡൈവേഴ്സ് ആയി, അല്ലെങ്കിൽ ഒരു പെണ്ണ് തേച്ചിട്ട് പോയി, ഉടനെ ഇത് ഗുളികം കഴിച്ചാൽ മതി എന്ന് പറയും ആശുപത്രി ചെന്ന, അല്ലേ? ഗുളിക അത് മനോമയത്തിന്, അത് കൗൺസിലറെ കാണാം, സൈക്കോളജിസ്റ്റിനെ കാണണം. മനസ്സിലായോ? നമ്മൾ ഈ ബുദ്ധി ഉപയോഗിക്കണം. പഞ്ചകോശ പ്രകാരമുള്ള ഒരു ഡയഗ്നോസിസ് നമ്മൾ ചെയ്യണം ആദ്യം നമ്മുടെ അസുഖത്തിന്. എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്? പന്നമയത്തിലാണോ, മനോമയത്തിലാണോ, പ്രാണമയത്തിലാണോ, വിജ്ഞാനമയത്തിലാണോ നോക്കണം. ആനന്ദമയത്തിന് അസുഖം വരത്തില്ല, അത് ഈശ്വരനാണ്. അപ്പൊ ഈ 4 കോശങ്ങളിൽ എവിടെ നിന്നാണ് ഈ പ്രശ്നം വരുന്നതെന്ന് ആദ്യം കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഡോക്ടറെ പോയി കാണണം. എന്നാൽ ഇതൊന്നുമല്ല കാരണം അറിയാൻ വയ്യ, എനിക്ക് ഇവിടെ വേദന വരുന്നു, അത് ബാധാ വിഷയമാണ്, അത് ഹീൽ ചെയ്യണം. അതിന് നമ്മൾ ജ്യോത്സ്യനെ കാണുന്നു, അല്ല പൂജാരിമാരെ കാണുന്നു, ഹീൽ ചെയ്യുന്നു, അല്ല ചോറ്റാനക്കരെ പോയിരിക്കുന്നു. അതുകൊണ്ടേ അത് മാറത്തുള്ളൂ. അത് പലതും ആർക്കും അത് അറിയാത്തതുകൊണ്ട് ഈ ആശുപത്രിയിൽ പോയി കാശൊക്കെ തീർന്ന് ലക്ഷങ്ങൾ മുടക്കി ഒരുപാട് അസുഖം വലുതാക്കിയിട്ടായിരിക്കും ചോറ്റാനക്കരെ പോകുന്നത്. അപ്പോൾ വൈകിപ്പോകും. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ ബുദ്ധിപൂർവ്വം ഈ 3 ഏതാണെന്ന് നോക്കി അതിന് വേണ്ട കാര്യം ചെയ്യണം. രോഗം മൂർച്ഛിച്ച് നിൽക്കുകയാണെങ്കിൽ ആദ്യം അലോപ്പതി പോകണം. മൂർച്ഛിച്ചിട്ടില്ലെങ്കിൽ എന്ന് ഹീൽ ചെയ്ത് നോക്കണം. ചിലപ്പോൾ അതുകൊണ്ട് അങ്ങ് പോകും. കാരണം പ്രാണമയ കോശത്തിൽ വരുന്ന പ്രശ്നം കൊണ്ട് മനോമയത്തിനും അന്നമയത്തിനും പ്രശ്നം വരാം. അപ്പൊ ഏറ്റവും സേഫ് ആദ്യം ഒഴിഞ്ഞിട്ട് നോക്കുക എന്നുള്ളതാണ്. നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഉപ്പും മുളക് ഒഴിഞ്ഞിടാം. അപ്പൊ കുഞ്ഞുങ്ങൾ കരച്ചിൽ നിർത്താറില്ലേ? ഗ്രൂപ്പിലുള്ള അമ്മമാർക്ക് അനുഭവം ഉണ്ടാവും, ശരിയല്ലേ? കുഞ്ഞുങ്ങൾ നിർത്താതെ കരയുമ്പോൾ അനുഭവം ഉണ്ടോ? എന്റെ മകളുടെ കുഞ്ഞിന് അങ്ങനെ ചെയ്തു. എന്റെ മകളുടെ കുഞ്ഞിന് അങ്ങനെ ഒഴിഞ്ഞിട്ട് പോയി. അതാ ഞാൻ പറഞ്ഞു, ഇത് എല്ലാവർക്കും അനുഭവം. അതെ. അപ്പൊ നമ്മൾ ഈ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രി കയറി ഇറങ്ങും. പലരും ഇതറിയാത്ത പല പുതിയ ആൾക്കാരും, പുതിയ പിള്ളേർ, മോഡേൺ ആയിട്ടുള്ള ആൾക്കാർ ആശുപത്രിയിൽ പോയി കുഞ്ഞു കുറച്ച് എന്തൊക്കെ ചെയ്ത് അവസാനം മരുന്നൊക്കെ കൊടുത്ത് സപ്രസ് ചെയ്ത് കുഞ്ഞിനെ രോഗിയാക്കും. അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ചുമ്മാ ഉപ്പുമുളക് ഒഴിഞ്ഞാൽ പോകും. അത് ചെയ്യാത്തതിനാണ് ഇത് പ്രശ്നം. അപ്പൊ നമ്മൾ ആദ്യം ഒന്ന് ഒഴിഞ്ഞു നോക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. എന്നാൽ രോഗം ഒരുപാട് മൂർച്ഛിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഒഴിഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. അവിടെ എത്രയും വേഗം അലോപ്പതി ആശുപത്രിയിൽ പോകണം. നമ്മുടെ ബുദ്ധിയും കഴിവും കാര്യങ്ങളും ഇതിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ പഞ്ചകോശ ഡയഗ്നോസിസ് ചെയ്യണം. ചെയ്തിട്ട് വേണം നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാരെ കാണാൻ. അപ്പോൾ എല്ലാം ശരിയാവും. ദേവി അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ താമസിക്കേണ്ട ജപയജ്ഞത്തിലേക്ക് കിടക്കാം. ശ്രീമാതേനം. ഗുരുഭ്യോ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ഓം ശ്രീലളിതാംബ ഗുരുപാദുകം പൂജയാമി തർപ്പയാമി നമഃ. ഓം ഗം ഗണപതേ നമഃ.
अस्य श्रीललिता सहस्रनामस्तोत्रमाला महामन्त्रस्य अशिन्यादिवाग्देवता ऋषय अनुष्टुप्छन्दः श्रीललिता महात्रिपुरसुन्दरी देवता सिन्दूरारुणविग्रहां नयनां माणिक्यमौलीस्फुरत् तारानायकशेखरां स्मितमुखीम् आपीनवक्षोरुहां पाणिभ्याम् अलिपूर्णरत्नचषकं त्यक्तोत्पलं बिभ्रतिं सौम्यां रत्नघटस्थरक्तचरणां ध्यायेत् परामम्बिकाम् ध्यायेत् पद्मासनस्तां विकसितवदनां पद्मपत्रायदाक्षिं हेमाभां पीतवस्त्रां करकलिदलसद्हेमपद्मां वराङ्किम् सर्वालङ्कारयुक्तां सततमभयदां भक्तनम्रां भवानीं श्रीविद्यां शान्तमूर्तिं सकलसुरनुतां सर्वसम्पत्प्रदात्रीं सकुङ्कुमविलेपनाम् अळिकचुम्बिकस्तूरिकां समन्दहसिदेक्षणां ससरचापपाशाङ्कुशाम् अशेषजनमोहिनीम् अरुणमाल्यभूषाम्बरां जपा कुसुमभासुरां जपविधौ स्मरेद् अम्बिका अरुणां करुणातरङ्गिताक्षिं धृतपाशाङ्कुशपुष्पबाणचापाम् अणिमादिविरावृतां मयूख्यैः अहमित्येव विभावये भवानीम्। ॐ श्रीमाता श्रीमहाराज्ञी श्रीमत्सिंहासनेश्वरी चिदग्निकुण्डसम्भूता देवकार्यसमुद्यता उद्यत्भानुसहस्राभा चतुर्बाहुसमन्विता रागस्वरूपपाषाढ्या क्रोधाकाराङ्कुशोज्ज्वला मनोरूपेक्षुकोदण्डा पञ्चतन्मात्रसायका निजारुणप्रभापूरमज्जद्ब्रह्माण्डमण्डला चम्बकाशोकपुन्नागसौगन्धिकलसत्कजा कुरुविन्दमणिश्रेणीकनत्कोडीरमण्डिता अष्टमी चन्द्रविभ्राजदलिगस्थलशोभिता मुखचन्द्रकलङ्गाभमृगनाभिविशेषगा वदनस्मरमाङ्गल्यगृहतोरणचिल्लिका वक्त्रलक्ष्मी परिवाहचलन्मीनाफलोचना नवचम्बकपुष्पाभनासा दण्डविराजिता ताराकान्तितिरस्कारी नासाभरणभासुरा कदम्बमञ्जरीक्लिप्तकर्णपूरमनोहरा ताडङ्गयुगलीभूततपनोडुपमण्डला पद्मरागशिलादर्शपरिभाविकबोलभूः नवविद्रुमबिम्बश्रीनेक्कारीरदनच्छदा शुद्धविद्याङ्कुरागार द्विजपङ्क्तिद्वयोज्ज्वला कर्पूरवीडिकामोदसमाकर्षदिगन्धरा निजसल्लाभमाधुर्या विनुत्पत्सितकच्छपि मन्दस्मितप्रभापूरमज्जत्कामेशमानसा अनागलितसादृश्यचिबुगश्रीविराजिता कामेशबद्धमाङ्गल्यसूत्रशोभितकन्धरा कनकाङ्गदकेयूरकमनीयभुजान्विता रत्नग्रैवेयचिन्ताकलोलमुक्ता फलान्विता कामेश्वरप्रेमरत्नमणिप्रतिभणस्तनी नाभ्यालवालरोमाळी लताफलकुजद्वयी लक्ष्यरोमलता भारदा समुन्नेयमध्यमा स्तनभारदलन्मध्यपट्टबन्धवलित्रया अरुणारुणकौसुम्भवस्त्रभास्वत्कडीदडी रत्नकिङ्गिणिका रम्यरसनादामभूषिता कामेशज्ञातसौभाग्यमार्दुभोरुद्वयानिधा माणिक्यमकुटाकारा जानुद्वयविराजिता इन्द्रगोपपरिक्षिप्तस्मरत्तूणाभजङ्घिका
ഗുഡഗുൽഭാകൂർണപൃഷ്ട ജയിഷ്ണുപ്രപദാന്വിതാ നഖദീധീതി സഞ്ചന്ന നമജ്ജന തമോ ഗുണാ പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ സിഞ്ചാനമണിമഞ്ജീര മണ്ഡിത ശ്രീപദാംബുജ മരാളീ മന്ദഗമനാ മഹാലാവണ്യസേവതി സർവാരുണാനവദ്യാംഗീ സർവാഭരണഭൂഷിത ശിവകാമേശ്വരാംഗസ്ഥ ശിവാ സ്വാധീനവല്ലഭ സുമേരുമധ്യശൃംഗസ്ഥ ശ്രീമന്നഗരനായിക ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാപത്മാടവീ സംസ്ഥ കദംബവനവാസിനി സുധാസാഗരമധ്യസ്ഥ കാമാക്ഷി കാമദായിനി ദേവർഷി ഗണസംഘാതസ്തൂയമാനാത്മവൈഭവ ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിസേനാ സമന്വിത സമ്പത്കരീ സമാരൂഢ സിന്ദുരവ്രജസേവിത അശ്വാരൂഢാധിഷ്ഠിതാശ്വകോടികോടിഭിരാവൃത ചക്രരാജരഥാരൂഢ സർവ ആയുധ പരിഷ്കൃത ഗേയചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിത ഗിരിചക്രരഥാരൂഢ ദണ്ഡനാഥാ പുരസ്കൃത ജ്വാലാമാലിനികാക്ഷിപ്തവന്യപ്രാകാരമധ്യക ഭണ്ഡസൈന്യമഥോദുക്ത ശക്തി വിക്രമഹർഷിത നിത്യാ പരാക്രമാടോപ നിരീക്ഷണ സമുത്സുക ഭണ്ഡപുത്രവധോദുക്ത ബാലാ വിക്രമനന്ദിത മന്ത്രണ്യംബാവരജിത വിശങ്കവതതോഷിത വിശുക്രപ്രാണഹരണവാരാഹി വീര്യനന്ദിത കാമേശ്വരമുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്രപ്രഹർഷിത ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്രവർഷിണി കരാങ്കുലീനഖോൽപ്പന്ന നാരായണ ദശാകൃതി മഹാപാശുപതാസ്ത്രാഗ്നി നിർദ്ധക്താസുരസൈനിക കാമേശ്വരാസ്ത്ര നിർദ്ധക്ത സഭണ്ഡാസുരശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാതിദേവ സംസ്തുത വൈഭവ ഹരനേത്രാഗ്നി സന്ധക്ത കാമ സഞ്ജീവന ഔഷധി ശ്രീമദ്വാഗ്ഭവഗൂഢൈക സ്വരൂപമുഖപങ്കജ കണ്ടാധ കടിപര്യന്ത മധ്യകൂടസ്വരൂപിണി ശക്തികൂടൈകതാപന്യ കഠ്യതോ ഭാഗധാരിണി മൂലമന്ത്രാത്മിക മൂലകൂടത്രയകളേബര കുലാമൃതൈകരസികാ കുലസങ്കേതപാലിനി കുലാംഗനാ കുലാന്തസ്ഥ കൗളിനി കുലയോഗിനി അകുലാ സമയാന്തസ്ഥ സമയാചാരതൽപര മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരുഗിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി തടില്ലതാ സമരുചി ഷഡ്ചക്രോപരി സംസ്ഥിത മഹാശക്തി കുണ്ടലിനി വിസദന്തുതനീയസി ഭവാനി ഭാമനാഗമ്യ ഭവാരണ്യകുഠാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തിർഭക്ത സൗഭാഗ്യദായിനി ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാപഹ ശാംഭവി ശാരദാരാധ്യ സർവാണി ശർമ്മദായിനി ശാങ്കരി ശ്രീകരി സാധ്വി ശരത്ചന്ദ്രനിഭാനന ശാദോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലവ നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര നിഷ്കാരണ അനിഷ്കളങ്ക നിരുപാധിർനിരീശ്വര നീരാകാരാഗമഥന നിർമ്മദാമതനാശിനി നിശ്ചിന്ത നിരഹങ്കാര നിർമോഹാമോഹനാശിനി നിർമ്മമാ മമദാഹന്ത്രി നിഷ്പാപാപാപനാശിനി നിഷ്ക്രോധ ക്രോധശമനി നിർലോഭ ലോഭനാശിനി നിസ്സംശയ സംശയഗ്നി നിർഭവാ ഭവനാശിനി നിർവികൽപ നിരാബാധ നിർഭേദ ഭേദനാശിനി നിർനാശ മൃത്യുമഥനി നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിസ്തുല നീലജിഗുര നിരപായ നിരത്യയ ദുർലഭ ദുർഗമാ ദുർഗാ ദുഃഖഹന്ത്രി സുഖപ്രദ ദുഷ്ടദുരാ ദുരാചാര ശമനി ദോഷവർജിത സർവജ്ഞ സാന്ദ്രകരുണ സമാനാധികവർജിത സർവശക്തിമയീ സർവമംഗള സദ്ഗതിപ്രദ സർവേശ്വരീ സർവമയീ സർവമന്ത്രസ്വരൂപിണി
സർവയന്ത്രാത്മിക സർവതന്ത്രരൂപാ മനോന്മണി മാഹേശ്വരി മഹാദേവി മഹാലക്ഷ്മിർമൃഡപ്രിയ മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തിർമഹാരഥി മഹാഭോഗ മഹൈശ്വര്യ മഹാവീര്യ മഹാബല മഹാബുദ്ധിർമഹാസിദ്ധിർമഹായോഗീശ്വരേശ്വരി മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവപൂജിത മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവസാക്ഷിണി മഹാകാമേശ മഹിഷി മഹാത്രിപുരസുന്ദരി ചതുഷ്ട്യുപചാരാഢ്യ ചതുഷ്ടികലാമയീ മഹാചതുഷ്ടികോടി യോഗിനീ ഗണസേവിത മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡലമധ്യക ചാരുരൂപ ചാരുഹാസ ചാരുചന്ദ്രകലാധര ചരാചര ജഗന്നാഥ ചക്രരാജനികേതന പാർവതി പത്മനയന പത്മരാഗസമപ്രഭ പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയീ പരമാനന്ദ വിജ്ഞാന ഘനരൂപിണി ധ്യാനധ്യാതൃധേയരൂപ ധർമാധർമ്മ വിവർജിത വിശ്വരൂപ ജാഗരിണി സുഗന്ധി തൈജസാത്മിക സുപ്ത പ്രാജ്ഞാത്മിക തുര്യ സർവാവസ്ഥാ വിവർജിത സൃഷ്ടികർत्री ബ്രഹ്മരൂപ ഗോപ്ത്രീ ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനകരീശ്വരി സദാശിവാനുഗ്രഹദ പഞ്ചകൃത്യപരായണ ഭാനുമണ്ഡലമധ്യസ്ഥ ഭൈരവി പദമാലിനി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി സഹസ്രശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാദ് ആബ്രഹ്മകീടജനനി വർണ്ണാശ്രമവിധായിനി നിജാത്യാരൂപതികമാ പുണ്യ പുണ്യഫലപ്രദ ശ്രുതിസീമന്ത സിന്ദൂരീകൃത പാദാബ്ജധൂളിക സകലാഗമ സന്തോഷ ശുക്തി സമ്പുടമൗക്തിക പുരുഷാർത്ഥപ്രദ പൂർണ ഭോഗിനി ഭുവനേശ്വരി അംബിക അനാദിനിധന ഹരിബ്രഹ്മേന്ദ്ര സേവിത നാരായണി നാദരൂപ നാമരൂപ വിവർജിത ഹ്രീങ്കാരി ഹ്രീമതി ഹൃദ്യ ഹേയോപാദേയവർജിത രാജരാജാർച്ചിതാരാജ്ഞി രമ്യ രാജീവലോചന രഞ്ജിനി രമണി രസ്യ രണത്കിങ്കിണി മേഖല രമ രാഗേന്ദുവദന രതിരൂപ രതിപ്രിയ രക്ഷാകരി രാക്ഷസഗ്നി രാമ രമണലംബട കാമ്യ കാമകലാരൂപ കദംബ കുസുമപ്രിയ കല്യാണി ജഗദീകന്ദ കരുണാരസസാഗര കലാവതി കലാലാപ കാന്ത കാദംബരി പ്രിയ വരദ വാമനയന വാരുണീ മദവിഹ്വല വിശ്വാധിക വേദവേദ്യ വിന്ധ്യാചല നിവാസിനി വിധാത്രി വേദജനനി വിഷ്ണുമായാ വിലാസിനി ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞപാലിനി ക്ഷയവൃത്തി വിനിർമുക്ത ക്ഷേത്രപാലസമർച്ചിത വിജയ വിമല വന്ദ്യ വന്ദാരുജനവത്സല വാഗ്വാദിനി വാമകേശി വന്യമണ്ഡലവാസിനി ഭക്തിമൽക്കൽപ്പലതിക പശുപാശ വിമോചിനി സംഹൃദാശേഷപാഷണ്ഡ സദാചാരപ്രവർത്തിക താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക തരുണി താപസാരാധ്യ തനുമധ്യ തമോപഹ ചിതീസ്തത്പദലക്ഷ്യാർത്ഥ ചിരേകരസ്വരൂപിണി സ്വാത്മാനന്ദലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി പര പ്രത്യക്ഷിതരൂപ പശ്യന്തി പരദേവത മധ്യമ വൈഖരീരൂപ ഭക്തമാനസഹംസിക കാമേശ്വര പ്രാണനാടി കൃതജ്ഞ കാമപൂജിത ശൃംഗാരരസ സമ്പൂർണ ജയാ ജാലന്ധരസ്ഥിത ഓഢ്യാണ പീഠനിലയ ബിന്ദുമണ്ഡലവാസിനി രഹോയാഗക്രമാരാധ്യ രഹസ്തർപ്പണതർപ്പിത സദ്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷിവർജിത ഷഡംഗദേവതായുക്ത ഷാഡ്ഗുണ്യപരിപൂരിത നിത്യക്ലിന്ന നിരുപമാ നിർവാണ സുഖദായിനി നിത്യഷോഡശികാരൂപ ശ്രീകണ്ഠാർത്ഥശരീരിണി പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂലപ്രകൃതിരവ്യക്ത വ്യക്ത അവ്യക്തസ്വരൂപിണി വ്യാപിനി വിവിധാകാര വിദ്യാസ്വരൂപിണി മഹാകാമേശനയന കുമുദാഹ്ലാദ കൗമുദി ഭക്തഹാർദതമോഭേദ ഭാനുമദ്ഭാനുസന്തതി
ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി ശിവപ്രിയ ശിവപര ശിഷ്ടേഷ്ട ശിഷ്ടപൂജിത അപ്രമേയ സുപ്രകാശ മനോവാചാമഗോചര ചിച്ചക്തിചേതനാരൂപ ജഡശക്തിർജഡാത്മിക ഗായത്രി വ്യാഹൃതി സന്ധ്യ ദ്വിജവൃന്ദനിഷേവിത തത്വാസനാ തത്വമയീ പഞ്ചകോശാന്തരസ്ഥിത നിസ്സീമ മഹിമാ നിത്യയോഗ്ദനാ മദശാലിനി മദകൂർണിതരക്താക്ഷി മദപാടലഗണ്ഡഭൂ ചന്ദനദ്രവ വിക്താംഗി ചാമ്പേയ കുസുമപ്രിയ കുശല കോമളാകാര കുരുകുല്ല കുലേശ്വരി കുളകുണ്ടാലയ കൗള മാർഗതൽപരസേവിത കുമാരഗണനാഥാംബ തുഷ്ടിപുഷ്ടിർമദുസ്ഥിതി ശാന്തി സ്വസ്തിമതി കാന്തി നന്ദിനി വിഘ്നനാശിനി തേജോവതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാചലവാസിനി സുമുഖി നളിനി സുഭ്രു ശോഭനാ സുരനായിക കാലകണ്ഠി കാന്തിമതി ക്ഷോഭിണി സൂക്ഷ്മരൂപിണി വജ്രേശ്വരി വാമദേവി വയോവസ്ഥാ വിവർജിത സിദ്ധേശ്വരി സിദ്ധവിദ്യ സിദ്ധമാതാ യശസ്വിനി വിശുദ്ധിചക്രനിലയ രക്തവർണ ത്രിലോചന ഖഡ്ഗംഗാദിപ്രഹരണ വദനൈക സമന്വിത പായസാന്നപ്രിയ ത്വസ്ത പശുലോകഭയങ്കരി അമൃതാദിമഹാശക്തി സംവൃത ഡാകിനീശ്വരി അനാഹരാബ്ജനിലയ ശ്യാമാഭാ വദനത്വയാ ദംഷ്ട്രോജ്വലാക്ഷമാലാദിധരാ രുധിരസംസ്ഥിത കാളരാത്ര്യാദിശക്ത്യൗഘവൃത സ്നിഗ്ധൗദനപ്രിയ മഹാവീരേന്ദ്രവരദ രാകിണ്യാംബാ സ്വരൂപിണി മണിപൂരാബ്ജനിലയ വദനത്രയ സംയുത വജ്രാദികായുധോപേത ഡാമര്യാദിഭിരാവൃത രക്തവർണ മാംസനിഷ്ഠ ഗുഢാനപ്രീതമാനസ സമസ്ത ഭക്ത സുഖദാ ലാകിന്യാംബാ സ്വരൂപിണി സ്വാദിഷ്ടാനാംബുജഗദ ചതുർഭക്ത മനോഹര ശൂലാധ്യായുധ സമ്പന്ന പീതവർണാദിഗർവിത മേധോനിഷ്ഠ മധുപ്രീത ബന്ധിന്യാദിസമന്വിത ദധ്യന്നാസക്ത ഹൃദയ കാകിനി രൂപധാരിണി മൂലാധാരാംബുജാരൂഢ പഞ്ചവക്ത്രാസ്തി സംസ്ഥിത അങ്കുശാദിപ്രഹരണ വരദാദിനിഷേവിത മുക്തൗദനാസക്തദീക്ത സാകിന്യാംബാ സ്വരൂപിണി ആജ്ഞാചക്രാബ്ജനിലയ ശുക്ലവർണ ഷഡാനന മജ്ജാസംസ്ഥാം സവതി മുഖ്യശക്തി സമന്വിത ഹരിദ്രാനേകരസിക ഹാകിനി രൂപധാരിണി സഹസ്രദള പത്മസ്ഥ സർവവർണോപശോഭിത സർവായുധധര ശുക്ല സംസ്ഥിത സർവതോമുഖി സർവോദന പ്രീതയിത്ത യാകിന്യാംബാ സ്വരൂപിണി സ്വാഹ സ്വദാമധർമ്മേധ ശ്രുതി സ്മിതൃനുത്തമ പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണകീർത്തന പുലോമജാർച്ചിത ബന്ധമോചിനി ബർബരാളക വിമർശരൂപിണി വിദ്യ വേദാദിജകൽപ്രസുഹു സർവവ്യാധിപ്രശമനി സർവമൃത്യുനിവാരിണി അഗ്രഗണ്യാചിന്യരൂപ കലികൽമഷനാശിനി കാർത്യായനി കാലഹന്ത്രി കമലാക്ഷനിഷേവിത താംബൂലപൂരിതമുഖി താടിമീ കുസുമപ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി നിത്യതൃപ്ത ഭക്തനിധി നിയന്ത്രി നിഖിലേശ്വരി മൈത്രയാദിവാസനാലഭ്യ മഹാപ്രളയസാക്ഷിണി പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാനഘനരൂപിണി മാധീപാനാലസാമക്ത മാതൃകാ വർണ്ണരൂപിണി മഹാകൈലാസനിലയ മൃണാള മൃദുദോല്ലത മഹനീയ ദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീ ഷോഡശാക്ഷരി വിദ്യ ത്രികൂട കാമകോടിക കടാക്ഷകിങ്കരീഭൂത കമലാകോടി സേവിത ശിരസ്ഥിത ചന്ദ്രനിഭ ബാലസ്ഥേന്ദ്രുതനുപ്രഭ ഹൃദയസ്ഥ രവിപ്രഖ്യ ത്രികോണാന്തരദീപിക ദാക്ഷായണി ദൈത്യഹന്ത്രി ദക്ഷയജ്ഞവിനാശിനി ധരാന്തോളിത ദീർഘാക്ഷി ദരഹാസ്യോജ്വലന്മുഖി ഗുരുമൂർത്തി ഗുണനിധി ഗോമാത ഗുഹജന്മഭൂഹു ദേവേശി ദണ്ഡനീതിസ്ഥ ദഹരാകാശരൂപിണി പ്രതിബന്മുഖ്യാരാകാന്തതിമണ്ഡലപൂജിത കലാത്മിക കലാനാഥ കാവ്യാലാപവിനോദിനി സജാമരരമാവാണി സവ്യദക്ഷിണസേവിത
ആദിശക്തിരമേയാത്മാ പരമാ പാവനാകൃതി അനേകകോടി ബ്രഹ്മാണ്ഡ ജനനി ദിവ്യവിഗ്രഹ ക്ലീങ്കാരി കേവല ഗുഹ്യ കൈവല്യ പദദായിനി ത്രിപുര ത്രിജഗദ്വന്ദ്യ ത്രിമൂർത്തി ത്രിദശേശ്വരി ത്രക്ഷരി ദിവഗന്ധ്യാഠ സിന്ദൂരതിലകാഞ്ചിത ഉമാ ശൈലേന്ദ്രതനയ ഗൗരി ഗന്ധർവസേവിത വിശ്വഗർഭ സ്വർണഗർഭ വരദ വാഗതീശ്വരി ധ്യാനഗമ്യാ പരിച്ഛേദ ജ്ഞാനദ ജ്ഞാനവിഗ്രഹ സർവവേദാന്ത സംവേദ്യ സത്യാനന്ദ സ്വരൂപിണി ലോപാമുദ്രാർച്ചിത ലീലാക്ലിപ്ത ബ്രഹ്മാണ്ഡമണ്ഡല അദൃശ്യ ദൃശ്യരഹിത വിജ്ഞാത്രി വേദ്യവർജിത യോഗിനി യോഗദ യോഗ്യ യോഗാനന്ദ യുഗന്ധര ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവാധാര സുപ്രതിഷ്ഠ സദസദ്രൂപധാരിണി അഷ്ടമൂർത്തി അജാജൈത്രി ലോകയാത്രാ വിധായിനി ഏകാകിനി ഭൂമരൂപ നിർദ്വൈത ദ്വൈതവർജിത അന്നദ വസുദ വൃദ്ധ ബ്രഹ്മാത്മൈക്യസ്വരൂപിണി ബൃഹതി ബ്രാഹ്മണി ബ്രാഹ്മി ബ്രഹ്മാനന്ദ ബലിപ്രിയ ഭാഷാരൂപ ബൃഹസ്സേന ഭാവാഭാവവിവർജിത സുഖാരാധ്യ ശുഭകരി ശോഭന സുലഭാഗതി രാജരാജേശ്വരി രാജ്യദായിനി രാജ്യവല്ലഭ രാജകൃപ രാജപീഠ നിവേശിത നിജാശ്രിത രാജ്യലക്ഷ്മി കോശനാഥ ചതുരംഗബലേശ്വരി സാമ്രാജ്യദായിനി സത്യസന്ധ സാഗരമേഖല ദീക്ഷിത ദൈത്യശമനി സർവലോകവശങ്കരി സർവാർത്ഥദാത്രി സാവിത്രി സച്ചിദാനന്ദരൂപിണി ദേശകാലപരിച്ഛിന്ന സർവകാ സർവമോഹിനി സരസ്വതി ശാസ്ത്രമയി ഗുഹാംബ ഗുഹ്യരൂപിണി സർവോപാധിവിനിർമുക്ത സദാശിവപതിവ്രത സമ്പ്രദായേശ്വരി സാധ്വി ഗുരുമണ്ഡലരൂപിണി കുലോത്തീർണ ഭഗാരാധ്യ മായ മധുമതി മഹി ഗണാംബ ഗുഹ്യകാരാധ്യ കോമളാംഗി ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തിരൂപിണി സനകാദിസമാരാധ്യ ശിവജ്ഞാനപ്രദായിനി ചിത്കലാനന്ദഗലിക പ്രേമരൂപ പ്രിയങ്കരി നാമപാരായണ പ്രീത നന്ദിവിദ്യ നടേശ്വരി മിഥ്യാ ജഗദധിഷ്ഠാന മുക്തിദ മുക്തിരൂപിണി ലാസ്യപ്രിയാലയകരി ലജ്ജാരംഭാതിവന്ദിത ഭവതാവസുധാവൃഷ്ടി പാപാരണ്യദവാനല ദൗർഭാഗ്യത്തൂലവാതൂല ജരാധ്വാന്തര വിപ്രഭ ഭാഗ്യാബ്ദിചന്ദ്രിക ഭക്തദിത്തകേകീ ഖനാഖന രോഗപർവതദംഭോളി മൃത്യുദാരുകുഠാരിക മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാശന അപർണ ചണ്ഡിക ചണ്ഡമുണ്ടാസുരനിഷൂദിനി ക്ഷരാക്ഷരാത്മിക സർവലോകേശി വിശ്വധാരിണി ത്രിവർഗധാത്രീ സുഭഗ ത്രംബക ത്രിഗുണാത്മിക സ്വർഗാപവർഗദ ശുദ്ധ ജപ പുഷ്പനിഭാകൃതി ഓജോവതി രുദിധര യജ്ഞരൂപ പ്രിയവ്രത ദുരാരാധ്യ ദുരാധർഷ പാടലി കുസുമപ്രിയ മഹതി മേരുനിലയ മന്ദാര കുസുമപ്രിയ വിരാരാധ്യ വിരാട് രൂപ വിരജ വിശ്വതോമുഖി പ്രത്യക് രൂപ പരാകാശ പ്രാണദ പ്രാണരൂപിണി മാർത്താണ്ഡ ഭൈരവാരാധ്യ മന്ത്രണ്യസ്ഥിരാജധൂ ത്രിപുരേശി ജയസ്തേന നിസ്ത്രൈഗുണ്യ പരാപര സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യപരായണ കബർദിനി കലാമാല കാമധു കാമരൂപിണി കലാനിധി കാവ്യകല രസജ്ഞ രസസേവതി പുഷ്ട പുരാതന പൂജ്യ പുഷ്കര പുഷ്കരേക്ഷണ പരം ജ്യോതി പരം ധാമ പരമാണു പരാത്പര പാശഹസ്ത പാശഹന്ത്രി പരമന്ത്രവിഭേദിനി മൂർത്താമൂർത്ത നിത്യതൃപ്ത മുനിമാനസഹംസിക സത്യവ്രത സത്യരൂപ സർവന്തര്യാമിണീശ്വരി ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപാബുധാർച്ചിത പ്രസവിത്രീ പ്രചണ്ഡാജ്ഞ പ്രതിഷ്ഠ പ്രകടാകൃതി പ്രാണേശ്വരി പ്രാണദാത്രീ പഞ്ചാസത്പീഠരൂപിണി വിശൃംഖല വിവിക്തസ്ഥ വീരമാതാ വിയൽപ്രസുഹു മുകുന്ദ മുക്തിനിലയ മൂലവിഗ്രഹരൂപിണി ഭാവജ്ഞ ഭവരോഗഗ്നി ഭവചക്രപ്രവർത്തിനി ഛന്ദസാര ശാസ്ത്രസാര മന്ത്രസാര തലോദരി ഉദാരകീർത്തിരുദ്ധാമ വൈഭവ വർണ്ണരൂപിണി ജന്മമൃത്യുജരാതപ്തജന വിശ്രാന്തിദായിനി
സർവോമദിശാദുൽകുഷ്ട ശാന്ത്യാതീത കലാത്മിക ഗംഭീര ഗഗനാന്തസ്ഥ ഗർവിത ഗാനലോലുപ കൽപ്പനാരഹിത കാഷ്ടാകാന്ത കാന്താർത്ഥ വിഗ്രഹ കാര്യകാരണനിർമുക്ത കാമകേളിതരംഗിത കനൽക്കനകതാടങ്കാലീല വിഗ്രഹധാരിണി അജാക്ഷേവ നിർമുക്ത മുക്ത ക്ഷിപ്രപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ ത്രയീ ത്രിവർഗനിലയ ത്രിസ്ത ത്രിപുരമാലിനി നിരാമയ നിരാലംബ സ്വാത്മാ രാമാസുധാശ്രുതി സംസാരഭംഗനിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർत्री യജമാനസ്വരൂപിണി ധർമാധാര ധനാധ്യക്ഷ ധനധാന്യ വിവർദ്ധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസ വിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനിർയോനി നിലയ കൂടസ്ഥ കുലരൂപിണി വിരഗോഷ്ഠിപ്രിയ വീര നൈഷ്കർമ്മ്യ നാദരൂപിണി വിജ്ഞാനകലനാകല്യ വിദഗ്ധ ബൈന്ദവാസന തത്വാധിക തത്വമയി തത്വമർത്ഥസ്വരൂപിണി സമഗാനപ്രിയ സൗമ്യ സദാശിവകുടുംബിനി സവ്യാപസവ്യമാർഗസ്ഥ സർവ ആപദ്യ നിവാരിണി സ്വസ്ഥ സ്വഭാവമധുര ധീര ധീരസമർച്ചിത ചൈതന്യാർഘ്യ സമാരാധ്യ ചൈതന്യ കുസുമപ്രിയ സദോദിത സദാ തുഷ്ട തരുണാദിത്യപാടല ദക്ഷിണാ ദക്ഷിണാരാധ്യ ധരസ്മേരമുഖാംബുജ കൗലിനി കേവലാനർഘ്യ കൈവല്യ പദദായിനി സ്തോത്രപ്രിയ സ്തുതിമതി സ്തുതി സംസ്തുത വൈഭവ മനസ്വിനി മാനവതി മഹേഷി മംഗളാകൃതി വിശ്വമാതാ ജഗദ്ധാത്രി വിശാലാക്ഷി വിരാഗിണി പ്രഗൽഭ പരമോദാര പരാമോദ മനോമയി വ്യോമകേശി വിമാനസ്ഥ വജ്രിണി വാമകേശ്വരി പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേത മന്താദിശായിനി പഞ്ചമീ പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി ശാശ്വരി ശാശ്വതൈശ്വര്യ ശർമ്മദ ശംഭുമോഹിനി ധരാ ധരസുത ധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക ബന്ധൂകകുസുമപ്രഖ്യ ബാല ലീലാ വിനോദിനി സുമംഗലി സുഖകരി സുവേഷാഢ്യ സുവാസിനി സുവാസന്നർച്ചന പ്രീത ശോഭന ശുദ്ധമാനസ ബിന്ദുതർപ്പണ സന്തുഷ്ട പൂർവജ ത്രിപുരാംബിക ദശമുദ്ര സമാരാധ്യ ത്രിപുര ശ്രീവശങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയസ്വരൂപിണി യോനിമുദ്ര ത്രികണ്ഠേശി ത്രിഗുണാംബ ത്രികോണക അനഘാത്ഭുത ചാരിത്ര വഞ്ചുതാർത്ഥപ്രദായിനി അഭ്യാസാദിശേജ്ഞാത ഷഡധ്വാതീതരൂപിണി അവ്യാജകരുണാമൂർത്തി അജ്ഞാനധ്വാന്ത ദീപിക ആബാലഗോപവിവിധ സർവാനുല്ലംഘ്യ ശാസന ശ്രീചക്രരാജനിലയ ശ്രീമത് ത്രിപുരസുന്ദരി ശ്രീ ശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക ഏവം ശ്രീലളിതാദേവ്യാം നാംനാം സാഹസ്രകം ജഗു ഇതി ശ്രീലളിതാ സഹസ്രനാമ സ്തോത്രം സമ്പൂർണം. ഓം പരാശക്തിയൈ നമഃ. അരുണാം കരുണാധരംഗിതാക്ഷീർഭാഷാങ്കുശപുഷ്പബാണജാപാം മണിമാദിഭിരാവൃതാമയൂഖ്യൈ അഹമിത്യേവ വിഭാവേം ഭവാനിം. വശിന്യാദിവാഗ്ദേവതാർഷേഹ അനുഷ്ടുപ് ഛന്ദഃ ശ്രീലളിതാ മഹാത്രിപുരസുന്ദരീ ദേവതാ. ഓം പരാശക്തിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വര രക്ഷ രക്ഷ മഹേശ്വരി രക്ഷ രക്ഷ കരുണാമയി രക്ഷ രക്ഷ ജഗദീശ്വരി. കായേന വാച മനസ്സേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതം അവിഹിതം വ സർവമേതത് ക്ഷമസ്വ
ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശ. ഗോബ്രഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. സർവലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.